മക്കളെ എല്ലാവർക്കും നമസ്കാരം. എ പ്ലസ് അക്കാഡമിയുടെ ഫിസിക്സിന്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സുസ്വാഗതം. മക്കളെ, സമയം എന്ന് പറയുന്നത് വെറും 1:53 AM എന്ന് പറഞ്ഞാൽ വെളുപ്പിനെയാണ് കേട്ടോ. കെമിസ്ട്രിയുടെ ക്ലാസ് കഴിഞ്ഞ് സ്റ്റുഡി ഒന്ന് ഫ്രീ ആയ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഫിസിക്സിലേക്ക് കടന്നു. നാളെ നമുക്ക് ലീവാണ്. അപ്പോൾ ലീവ് ആകുമ്പോൾ 10ാം ക്ലാസ്സിൽ നമ്മൾ ഇനി എന്ത് ചെയ്യരുത്, നമ്മൾ കടന്നുറങ്ങരുത്. നമ്മൾ അപ്പോഴൊക്കെ പഠിക്കുന്നവരാകണം. അപ്പം അതുകൊണ്ട് മക്കളെ, നമ്മൾ വെറുതെ ഇരിക്കേണ്ട. നമ്മുടെ ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഭംഗിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ പ്രത്യേകത ഉണ്ട്. ഒന്ന്, ഇത് കൺസെപ്റ്റ് ബേസ്ഡ് ആണ്. 3 സ്റ്റെപ്പുകളുണ്ട്. 1, ലെൻസിനെ പരിചയപ്പെടുത്തുന്നു. 2, ആ ലെൻസിലുള്ള ഇമേജ് ഫോർമേഷൻ അഥവാ പ്രതിബിംബ രൂപീകരണത്തെ കുറിച്ച് പറയുന്നു. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകളാണ്. അപ്പൊ സിമ്പിൾ ചാപ്റ്റർ ആണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ബേസ് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിന് 1 മാർക്ക് പോലും കിട്ടില്ല. സന്തോഷമായില്ലേ? അപ്പൊ അതുകൊണ്ട് മക്കളെ, ചാപ്റ്ററിന്റെ പേരെന്താ? ലെൻസസ്, അല്ലേ? ലെൻസുകൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ മക്കളെ പേടിക്കേണ്ട, ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം ഈ കുട്ടികൾ എന്താ പറയുന്നത്? കുട്ടികൾ പറയാണ്, ഈ സ്റ്റാർ, ഇവിടെയൊക്കെ സ്റ്റാറുകൾ ഉണ്ട് അല്ലേ? ഈ സ്റ്റാറുകളൊക്കെ എത്ര അകലെയാണ് അല്ലേ? അപ്പൊ അത്രയും അകലെയുള്ള ഈ സ്റ്റാറിനെ ഈ ഒരു സ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ വളരെ അടുത്ത് കാണുന്നുണ്ട്, വളരെ വലുതായി കാണുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് കാണുന്നു? അപ്പൊ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ ഉത്തരമൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഇനി നോക്കൂ മക്കളെ, ഒരാൾ എന്ത് ചെയ്യാണ്? അദ്ദേഹം പേപ്പർ വായിക്കുകയാണ്, പത്രം വായിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ലെൻസ് ഉണ്ട്. അപ്പോൾ വായിക്കാൻ അറിയാത്ത ഒരാൾക്കും ലെൻസ് വെച്ചാൽ വായിക്കാൻ പറ്റുമെന്നാണോ? അല്ല, മറിച്ച് എന്താ മക്കളെ, ഇദ്ദേഹം ഈ ലെൻസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള പത്രത്തിലെ അക്ഷരങ്ങളൊക്കെ അദ്ദേഹത്തിന് വലുതായി കാണുന്നുണ്ട്. അദ്ദേഹം വായിക്കുന്നത് മലയാള പത്രം തന്നെയാണ് അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹത്തിന് വലുതായി കാണുന്നത്? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലെൻസുകൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ടോയ്സിൽ, കളിപ്പാട്ടങ്ങളിൽ, സ്പെക്ടക്കിൾസ്, ഡോർ ലെൻസ്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ലെൻസിനെ കുറിച്ച് ധാരണയുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി മക്കളെ, ഈ ഒരു ഫിഗറിലേക്ക് നോക്കിക്കേ. ഇതെന്താ മക്കളെ? സാധാരണ ഒരു ഗ്ലാസിന്റെ പീസാണ്. ഈ ഗ്ലാസിന്റെ പീസിലൂടെ ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ താഴത്തുള്ള പേപ്പറിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. മറിച്ച് മക്കളെ, ഈ ഫിഗറിലേക്ക് നോക്ക്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ലെൻസ് ഉണ്ട് അല്ലേ? ആ ലെൻസിലൂടെ ലൈറ്റ് റേസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? അതിലൂടെ പോയിട്ട് ഒരു പേപ്പറിലേക്ക് വീഴുമ്പോൾ ആ പേപ്പറിൽ നിന്ന് തീ വരുന്നുണ്ട്. അതിന് കാരണം എന്താ? പേപ്പർ കത്തി എന്നുള്ളതാണ്. അപ്പം പേപ്പർ കത്തിച്ചതാരാ? ഈ ലെൻസാണ്. എന്തുകൊണ്ട് പേപ്പർ കത്തി നമ്മളോട് ചോദിക്കും. അതിൻ്റെ ഉത്തരം നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ, ഈ ചാപ്റ്റർ പഠിക്കുന്നിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും, കൃത്യമായ അതിൻ്റെ ഉത്തരം പറയാൻ ചോദിക്കുകയാണ്. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ എന്നൊക്കെ ചോദിക്കുന്നത്. അതൊന്നും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആക്കണ്ട. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതിയാവും. ഓക്കെ മക്കളെ, തുടങ്ങുകയാണ് കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. അപ്പൊ സാറേ, ഞങ്ങൾ മലയാളം മീഡിയം കുട്ടികൾ ഉണ്ട് ഇവിടെ അല്ലേ? അപ്പൊ ഈ കോൺവെക്സ് ലെൻസിന്റെ മലയാളം എന്താ? കോൺവെക്സ് ലെൻസിന്റെ മലയാളമാണ് കോൺവെക്സ് ലെൻസ്. കോൺകേവ് ലെൻസിന്റെ മലയാളമാണ് കോൺകേവ് ലെൻസ്. ഒരു മാറ്റമല്ല മക്കളെ. ഇതിന് പണ്ടൊക്കെ മലയാളം പേരുകൾ ഉണ്ടായിരുന്നു. അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല മക്കളെ. ഇവിടേക്ക് നോക്കുക. ഇതാണ് കോൺവെക്സ് ലെൻസ്. നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ഈ രൂപത്തിലുള്ള ഒരു ഫിഗർ ആയിരിക്കും കോൺവെക്സ് ലെൻസിൻ്റെത്. അപ്പൊ സാറേ, എങ്ങനെയാണ് കോൺകേവ് ലെൻസ് വരിക? കോൺകേവ് ലെൻസ് മക്കളിവിടെ നോക്കിക്കോ. എപ്പോഴും എൻ്റെ ഫിഗർ ഇതാണ് അതിൻ്റെ ഫിഗർ. കോൺകേവ് ലെൻസിൻ്റെയും രണ്ടും ഒരുപോലെയാണോ? രണ്ടും ഒരുപോലെയല്ല, വ്യത്യാസമുണ്ടല്ലോ സാറേ. ഇനി മക്കളെ, ഞാൻ മലയാളം മീഡിയം കാണിച്ചു തരാം. ഇതിന് മലയാളം മീഡിയം എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കോൺവെക്സും കോൺകേവും എഴുതേണ്ടത്? സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക് മലയാളം മീഡിയംകാരും ഇംഗ്ലീഷ് മീഡിയംകാരും വരുത്തരുത്. സ്പെല്ലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ് അല്ലേ? മക്കളെ ഇവിടെ നോക്ക്. കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. ഇനി ഈ 2 ചിത്രത്തിലേക്കും സസൂക്ഷ്മം നമ്മൾ നിരീക്ഷിക്കുന്നു. യെസ്, കോൺകേവ് ലെൻസ്, യെസ്, കോൺവെക്സ് ലെൻസ്. ഇനി നമ്മൾ സസൂക്ഷ്മം നിരീക്ഷണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നത് ഒരു ടേബിളിലേക്കാണ്. ടേബിളിന്റെ പേര് മലയാളത്തിൽ പട്ടിക 2.1 അല്ലേ? ഇംഗ്ലീഷിൽ ടേബിൾ 2.1 അല്ലേ? അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? ആദ്യം കോൺവെക്സിന്റെ താഴെ തിക്കർ ഇൻ ദ മിഡിൽ നോക്കട്ടെ.
കോൺവെക്സ് ശരിയാണല്ലോ. ഇവിടെ കട്ടിയുള്ള ഭാഗമാണ് കനം കൂടി, മധ്യഭാഗം കനം കൂടിയതാണ്, ശരിയാണല്ലോ. ഇനി ഇവിടെ ഇങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മധ്യഭാഗത്തിന്റെ അല്ലെ അതിന്റെ മിഡിലിന്റെ കേസ് തിക്കർ ഇൻ ദ മിഡിൽ ആണെങ്കിൽ കോൺകേവിന്റെ മിഡിൽ എങ്ങനെയാ? കോൺകേവിന്റെ മിഡിൽ തിക്കർ അല്ല, മറിച്ചെന്താ തിന്നറാണ് മക്കളെ. സമയം എത്രയായി? 1:88. അയ്യോ, പെട്ടെന്ന് തീർക്കണം അല്ലെ മക്കളെ. ശ്രദ്ധിക്കുക, ഇവിടെ തിന്നറാണ് അല്ലെ, ഇവിടെ തിക്കറാണെങ്കിൽ മക്കളെ ഇവിടെ എന്താണ്? തിന്നറാണ്. ബുദ്ധിമുട്ടുണ്ടോ? ഇനി മക്കളെ ശ്രദ്ധിക്കുക, കോൺകേവ് ലെൻസിന്റെ ഇവിടെ എന്താ കൊടുത്തുള്ളത്? തിക്കർ അറ്റ് ദ എഡ്ജസ്, അതായത് അഗ്രഭാഗത്ത് അരിക് കനം കൂടിയതാണ് അല്ലെ. ഇവിടെ അരിക് കനം കൂടിയതാണോ? യെസ്, അരിക് കനം കൂടിയതാണ്. എങ്കിൽ കോൺവെക്സിന്റെ അരിക് എങ്ങനെയാ? തിന്നറല്ലേ മക്കളെ. അരിക് കനം കുറഞ്ഞതല്ലേ? ആണോ അല്ലേ? ആണ് മക്കളെ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റണം. ഈ ടേബിൾ എക്സാമിന് അങ്ങനെ ചോദിക്കുന്ന ടേബിൾ അല്ല, മറിച്ച് ഈ ടേബിൾ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഒരു കുട്ടിക്ക് കണ്ടു കഴിഞ്ഞാൽ യെസ് അത് കോൺകേവ് ആണ്, യെസ് ഇത് കോൺവെക്സ് ആണ് എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ടേബിൾ ആണത്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, നോക്ക് ഇവിടെ എങ്ങനെയാണ് ഒരു കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഫോം ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്ക് രണ്ട് സ്പിയറുകൾ, ഇതൊരു സ്പിയറാണ്. ഈ രണ്ടു സ്പിയറുകൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്? കോൺവെക്സ് ലെൻസ്. അങ്ങനെയാണെങ്കിൽ കോൺകേവ് ലെൻസ് എങ്ങനെ മക്കളെ? രണ്ട് സ്പിയറിന്റെ അറ്റത്ത് രണ്ട് സ്പിയറുകൾ തമ്മിൽ വെക്കുന്നു, ഒരു ജോയിൻ ചെയ്യുന്നില്ല, മറിച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അതിനിടയിൽ ഫോം ചെയ്യുന്ന ഈ ലെൻസാണ് മക്കളെ, ഈ ലെൻസാണ് എന്ത്? കോൺകേവ് ലെൻസ്. മക്കളെ നല്ലോണം ഫിഗറിലേക്ക് നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. വളരെ സിമ്പിൾ. ഇത് കോൺവെക്സ്, ഇത് കോൺകേവ്. ഇനി കോൺകേവും കോൺവെക്സും നിങ്ങൾക്ക് മാറുന്നുണ്ടെങ്കിൽ മക്കളെ ഇവിടെ നോക്കുക, ഈ കോൺകേവിന്റെ ഈ ഒരു ഭാഗം അല്ലെ കുഴിഞ്ഞിട്ടാണ് അല്ലെ, ഈ രണ്ടു ഭാഗവും കുഴിഞ്ഞിട്ടാണ്. കേവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കേവ് എന്ന് പറഞ്ഞാൽ ഗുഹ. അങ്ങനെയാണെങ്കിൽ ഈ കോൺകേവ് ലെൻസിന്റെ ലെൻസിന്റെ കോൺകേവിന്റെ മാത്രം ഇവിടെ നോക്കും മക്കളെ, ഈ കോൺകേവ് ലെൻസിന്റെ ഈ ഭാഗം കുഴിഞ്ഞ് ഗുഹ പോലെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ലെൻസിന് എന്ത് പേര് വന്നത്? കോൺകേവ് ലെൻസ് എന്ന് വന്നത്. നമ്മൾ വീട്ടിൽ ടീസ്പൂൺ ഉണ്ടല്ലോ, ആ ടീസ്പൂൺ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കുഴിഞ്ഞു നിൽക്കുന്ന ഭാഗം കോൺകേവ് ലെൻസും പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം എന്താ? കോൺവെക്സ് ലെൻസുമാണ് മക്കളെ. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലെൻസും എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എക്സാമിന് ചോദ്യങ്ങളൊന്നും വരില്ല, പക്ഷെ നമ്മൾ എന്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇനി ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ലെൻസ് എന്ന് പറഞ്ഞിട്ട് ഡെഫിനിഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപവർത്തന പ്രതലങ്ങൾ, ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമങ്ങളാണ് ലെൻസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എക്സാമിൽ എന്താണ് ലെൻസ് എന്നുള്ള ചോദ്യം ചോദിക്കില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ആ ഒരു ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കുക. ലെൻസ് ഇസ് എ ട്രാൻസ്പെറന്റ് മീഡിയം ഇൻ വിച്ച് ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫേസ് ഇസ് എ പാർട്ട് ഓഫ് ദ സർഫേസ്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി മക്കളെ, ഇനി ടേംസ് റിലേറ്റഡ് ടു ലെൻസസ്. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, അനാവശ്യമായതൊന്നും ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനാണ്. നമ്മൾ ഒരുപാട് വെറുതെ ഓരോന്നും പഠിച്ചിട്ട് കാര്യമില്ല. ആവശ്യമുള്ള അറിവുകളാണ് നമുക്ക് ആവശ്യം അല്ലേ. അപ്പൊ നമുക്ക് മക്കളെ ശ്രദ്ധിക്കാം, ടേംസ് റിലേറ്റഡ് ടു ലെൻസസ്. ലെൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ടേമുകൾ പഠിക്കാനുണ്ട്. എന്തൊക്കെ ടേമുകൾ? ഒപ്റ്റിക് സെന്റർ എന്താ പഠിക്കണം, സെന്റർ ഓഫ് കർവേച്ചർ, ഒപ്റ്റിക് ആക്സിസ്, അപ്പർച്ചർ, ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഓരോന്നും ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എല്ലാവരും മക്കളെ ഇവിടേക്ക് നോക്കിയേ. മലയാളം മീഡിയത്തിന് വേറെ പേരുകളുണ്ട്, ഒന്നും വലിയ പ്രശ്നമുള്ള പേരല്ല. പ്രകാശിക കേന്ദ്രം, വക്രതാ കേന്ദ്രങ്ങൾ, പ്രകാശിക അക്ഷം, അപ്പർച്ചർ. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, എല്ലാവരും ഈ ഫിഗറിലേക്ക് നോക്കുക. ഫിഗർ വലുതായിട്ടുണ്ട് അല്ലേ. ഈ ഫിഗറിലേക്ക് എല്ലാവരും നോക്കിക്കേ മക്കളെ. ശ്രദ്ധിക്കുക, ഇതൊരു സ്പിയർ ആണ് അല്ലേ, ഇതൊരു സ്പിയർ, ഇത് മറ്റൊരു സ്പിയർ. രണ്ട് സ്പിയറുകൾ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ രണ്ട് സ്പിയറുകൾ കൂടി ചേർന്നിട്ടാണ് ഏത് ലെൻസ് ഫോം ചെയ്തിട്ടുള്ളത്? നമ്മുടെ കോൺവെക്സ് ലെൻസ് ഫോം ചെയ്തിട്ടുള്ളത്. താഴേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ഈ രൂപത്തിൽ ചേർന്ന് നിന്നപ്പോഴാണ് കോൺകേവ് ലെൻസും ഫോം ചെയ്തിട്ടുള്ളത് അല്ലെ. മക്കളെ ശ്രദ്ധിക്കുക മക്കളെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു സ്പിയറിന് സെന്റർ ഉണ്ട് അല്ലെ, ഈ ഒരു സ്പിയറിനും സെന്റർ ഉണ്ട് അല്ലെ. അപ്പം ഈ ഒരു സ്പിയറിന്റെ ഈ ഒരു സെന്ററും ഇതിന്റെ ഈ ഒരു സെന്ററും നമ്മൾ രണ്ട് സ്പിയറുകൾ എടുത്തു മാറ്റി കഴിഞ്ഞാലും ആ സെന്ററുകൾ ആർക്കുണ്ടാവും? ഈ ലെൻസിനുണ്ടാവും. മനസ്സിലാവുണ്ടോ? ഈ രണ്ടു സ്പിയറുകൾ എടുത്തു മാറ്റി കഴിഞ്ഞാലും ആ രണ്ടു C1ഉം C2 മാർക്ക് ഉണ്ടാവും, ആ ലെൻസിന് ഉണ്ടാവും. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഈ രൂപം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക മക്കളെ. ഇവിടേക്ക് നോക്കി, ഈ വെളുത്ത സ്ഥലത്തേക്ക് നോക്കി, ഇവിടുത്തെ സ്ഥലത്തേക്ക് നോക്കി. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം മക്കളെ. അതായത് ഈ ഇത് കോൺവെക്സ് ലെൻസ് ആണ് കരുതുക കേട്ടോ. ജസ്റ്റ് തിക്നെസ് കുറയ്ക്കാം നമുക്ക്. യെസ്, കോൺവെക്സ് ലെൻസ്. ആ കോൺവെക്സ് ലെൻസിൻ്റെ നമ്മൾ ഈ വരാം കേട്ടോ, ശ്രദ്ധിക്കുക. ഇവിടെ C1 ഉണ്ടാവും, ഇവിടെ C2 ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഫുള്ള് വരച്ചില്ലല്ലോ, ജസ്റ്റ് കോൺവെക്സ് ലെൻസ് വരച്ചു അല്ലെ, കോൺവെക്സ് ലെൻസ് വരച്ചു. ഈ C1ഉം C2ഉം വരച്ചു. അത് എപ്പോഴും ഉണ്ടാകും. ആ സ്പിയറുകൾ ഇല്ല എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ആ ലെൻസിൻ്റെ ഒന്നുകൂടെ കാണിച്ചു തരാം. ശ്രദ്ധിക്കുക. ഇവിടേക്ക് നോക്കുക. യെസ്, വെരി ഗുഡ്. ഇവിടെ ഫിഗർ ഉണ്ട് അല്ലേ മക്കളെ, ശ്രദ്ധിക്കുക. ഇവിടെ എന്തുണ്ടാവും? C1 ഉണ്ടാവും, ഇവിടെ എന്തുണ്ടാവും? C2 ഉണ്ടാവും. അതെന്തെങ്കിലും കുഴപ്പമുണ്ടാവും? ഒരു കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അത് മനസ്സിൽ വെക്കുക കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, ഓരോ ഭാഗം ഓരോന്നോരോന്നും എടുത്തെടുത്ത് നോക്കാൻ പോവാണ്. ആദ്യം മക്കളെ എന്താ കൊടുത്തുള്ളത്? ഒപ്റ്റിക് സെന്റർ, പ്രകാശിക കേന്ദ്രം എന്താണ് മക്കളെ? ഈ ലെൻസിന്റെ മിഡ് പോയിന്റ് ഉണ്ടല്ലോ, ഈ മിഡ് പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് സെന്റർ, പ്രകാശിക കേന്ദ്രം. നോക്കിയേ, ലെൻസിന്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം, ലെൻസിന്റെ മിഡ് പോയിന്റ്. എന്താണ് ഒപ്റ്റിക് സെന്റർ എന്നും ചോദിക്കുന്നില്ല, നമുക്കത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മക്കളെ ശ്രദ്ധിക്കുക, ഒരു ലെൻസ് എടുക്കുകയാണെങ്കിൽ ലെൻസിന്റെ മിഡ് പോയിന്റ് ആണ് എന്ത്? ഒപ്റ്റിക് സെന്റർ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കോൺകേവ് ആണെങ്കിൽ ഇവിടെ അതിന് O എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിനോട്ട് ചെയ്യുക. ഇനി മക്കളെ, വക്രതാ കേന്ദ്രങ്ങൾ, അതായത് സെന്റർ ഓഫ് കർവേച്ചർ. നമ്മൾ മക്കളെ ഈ C1ഉം ഈ C2ഉം പറഞ്ഞില്ലേ, അതാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഇത് ശരിക്കും ആരെ സെന്റർ ആണ്? ഈ സ്പിയറിന്റെയും സെന്റർ ആണെന്ത്? C1ഉം C2ഉം. ആ സ്പിയർ പോയി കഴിഞ്ഞാൽ ലെൻസ് മാത്രമല്ലേ ബാക്കിയാവുള്ളൂ. ആ ലെൻസ് മാത്രമാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോളുക. ഇവിടെ നോക്കൂ. ഈ ലെൻസ് മാത്രം ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അപ്പോഴും C1ഉം C2ഉം ഉണ്ടാവും. നമ്മൾ അതിനെ വിളിക്കുക എന്താണ്? സെന്റർ ഓഫ് കർവേച്ചർ 1, സെന്റർ ഓഫ് കർവേച്ചർ 2. അതിനെയാണ് C1ഉം C2 എന്ന് പറയുക. വക്രതാ കേന്ദ്രങ്ങൾ. ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ C1ഉം C2 എന്താ? അതിന് ഫുൾ നെയിം എന്താ? വക്രതാ കേന്ദ്രങ്ങളാണ് മക്കളെ. പിന്നുള്ളതാണ് എന്ത്? ഒപ്റ്റിക് ആക്സിസ് അഥവാ പ്രകാശിക അക്ഷം. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഈ C1നെയും Oനെയും C2നെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, അതാണ് മക്കളെ എന്ത്? പ്രകാശിക അക്ഷം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുകൂടി പറയാം. ഈ C1നെയും Oനെയും C2 എല്ലാ ഈ മൂന്നാളുകളെയും കൂട്ടി യോജിപ്പിച്ചു വരയ്ക്കുന്ന ഈ സ്ട്രൈറ്റ് ലൈൻ പറയുന്ന പേരാണെന്ത് മക്കളെ? പ്രകാശിക അക്ഷം അഥവാ ഒപ്റ്റിക് ആക്സിസ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി അപ്പർച്ചർ ആണ്. അപ്പർച്ചർ പറഞ്ഞാൽ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ടേം അല്ല, മറിച്ച് ജസ്റ്റ് ഇതിന്റെ കഴിഞ്ഞു വരുന്ന അപ്പർച്ചർ എന്താണെന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ഉണ്ടായിരുന്നില്ല, എങ്കിലും സിമ്പിൾ ടേം ആണ്. അതായത് റിഫ്രാക്ഷൻ സംഭവിക്കുന്ന സ്പേസ് ഏതാണോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അപ്പർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇവിടേക്ക് വരൂ. ലെൻസ് ഒറ്റയ്ക്കുള്ള ഫിഗർ. യെസ് മക്കളെ, ഇതൊക്കെ ലേറ്റർ ഇങ്ങനെ വരുന്നു അല്ലേ, ലേറ്റർ ഇങ്ങനെ റിഫ്രാക്ട് ചെയ്ത് പോകും. അപ്പം ഈ ഒരു ഭാഗം ലേറ്റർ ഏത് ഭാഗത്താണോ റിഫ്രാക്ട് ചെയ്യുന്നത് ആ ഭാഗത്തെയാണ് എന്ത് ചെയ്യുക? അപ്പർച്ചർ എന്ന് പറയാം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മുഖം നോക്കുന്നില്ലേ, മുഖം നോക്കുമ്പോൾ നമ്മുടെ മുഖത്തിന്റെ ഇമേജ് അല്ലേ, പ്രതിബിംബം ആ കണ്ണാടിയിൽ ഉണ്ടാവും. അപ്പൊ ആ പ്രതിബിംബം ഉണ്ടാകുന്ന ആ സർഫസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ എന്ത് പറയും? അപ്പർച്ചർ എന്ന് പറയും. ഇവിടെ ആകുമ്പോൾ നമ്മൾ എന്താ പറയുക? ഇവിടെ ആകുമ്പം ലെൻസ് സംഭവിക്കുന്ന ഫിനോമിന ഏതാ? റിഫ്രാക്ഷൻ. അപവർത്തനമായതുകൊണ്ട് അപവർത്തനം സംഭവിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ എന്ത് പറയും? അപ്പർച്ചർ എന്ന് പറയും. ഓക്കെ, വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമല്ല, അധികം സീരിയസ് എടുക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കുക മക്കളെ. ഓരോ പോയിന്റ്. ഒപ്റ്റിക് സെന്റർ എന്താണ്? O ആണ് ഒപ്റ്റിക് സെന്റർ അല്ലെ, പ്രകാശിക കേന്ദ്രം. വക്രതാ കേന്ദ്രങ്ങൾ C1ഉം C2ഉം ആണെന്ത്? വക്രതാ കേന്ദ്രങ്ങൾ, സെന്റർ ഓഫ് കർവേച്ചർ അല്ലെ. ഒപ്റ്റിക് ആക്സിസ് എന്താണ്? ഈ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ത്? ഒപ്റ്റിക് ആക്സിസ്. C1നെയും
ഓയിനെയും C2നെയും കണക്ട് ചെയ്യുന്ന വരയ്ക്കുന്ന ലൈൻ. അപ്പർച്ചർ എന്താണ്? റിഫ്രാക്ഷൻ സംഭവിക്കുന്ന ലെൻസിന്റെ ഏതു ഭാഗത്ത് വെച്ചിട്ടാണോ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് ആ ഭാഗമാണ് അപ്പർച്ചർ. ഇമ്പോർട്ടന്റ് ഭാഗമല്ല, മനസ്സിലാക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അത്രയും ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇനി മക്കളെ അടുത്തതാണ് മുഖ്യ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ്. എന്താണ് സംഭവം അല്ലേ? സിമ്പിൾ ആണ്. നമ്മൾ ക്ലാസ് മുറികളിൽ ഇത് ഡിസ്കസ് ചെയ്തതാണെങ്കിൽ പോലും വീണ്ടും നമുക്ക് ഈ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട് മക്കളെ. ഇവിടെ ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട് അല്ലേ? സാമഗ്രികൾ, എക്യുപ്മെന്റ് ഒക്കെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഇതൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതൊന്നും വിഷയാക്കേണ്ട ആവശ്യമില്ല. അതൊരു പരീക്ഷണം ചെയ്യാൻ ആവശ്യമായ സാമഗ്രികളെ കുറിച്ച് പറയണം. ഓക്കെ മക്കളെ, എല്ലാവരും ഈ ഫിഗറിലേക്ക് നോക്കുക. ഇവിടെ ഏത് ലെൻസാണ് ഉള്ളത്? ഇവിടെ ഉള്ള ലെൻസിന്റെ പേരാണ് കോൺവെക്സ് ലെൻസ് അല്ലേ? ഈ കോൺവെക്സ് ലെൻസിന്റെ ഇവിടെ എഫ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ശ്രദ്ധിക്കുക മക്കളെ. ഈ ലൈറ്റ് റേസ് കണ്ടോ, ഈ ലൈറ്റ് റേസ് ഒക്കെ എങ്ങനെ വരുന്നുണ്ട്? നോക്കി, ഈ ലൈൻ കാണുന്നുണ്ടെങ്കിൽ എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ലൈൻ കാണുന്നുണ്ടോ? ഇതാണ് ഒപ്റ്റിക് ആക്സിസ്. ഞാൻ റെഡായിട്ട് വരച്ചിട്ടുള്ള ലൈനിന്റെ പേരാണെന്ത് മക്കളെ? നമ്മൾ പഠിച്ചിട്ടുള്ള ഒപ്റ്റിക് ആക്സിസ്. ബുദ്ധിമുട്ടുണ്ടോ? അപ്പം ഇവിടെ ലൈറ്റ് റേസ് എന്ത് ചെയ്യാണ്? ലൈറ്റ് റേസ് ഇങ്ങനെ വരുന്നു അല്ലേ? ലൈറ്റ് റേസ് ഇങ്ങനെ വന്നിട്ട് ഈ ഇവിടെ ഒരു 1 2 3 4 ലൈറ്റ് റേസ് ഉണ്ട്. മുകളിൽ 2 താഴെ 2 അല്ലേ? അപ്പൊ ഈ ലൈറ്റ് റേസ് ഇങ്ങനെ വന്നിട്ട് എല്ലാവരും 1 2 ഈ 4 പേർക്കും റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം സംഭവിച്ചുകൊണ്ട് അവർ ഒരു പോയിന്റിലൂടെയാണ് എല്ലാവരും കടന്നുപോയത്. ആ പോയിന്റിന്റെ പേരാണ് മക്കളെ ക്യാപിറ്റൽ ലെറ്റർ എഫ് അഥവാ ശ്രദ്ധിക്കുക പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസ്. ബുദ്ധിമുട്ടുണ്ടോ? പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ അല്ലേ? മുഖ്യ ഫോക്കസ് എന്താ? പ്രിൻസിപ്പൽ ഫോക്കസ് എന്താ? അതായത് ഇവിടെയുള്ള ലൈറ്റ് റേസ് ഒപ്റ്റിക് ആക്സിസിന് സമാന്തരമായിട്ട് വരുന്നു അല്ലെ? പാരലൽ ആയിട്ട് വരുന്നു. 1 2 3 4 ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നു? ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരുന്നു. ഇവരെല്ലാവർക്കും റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, അപവർത്തനം സംഭവിക്കുന്നു. എല്ലാവരും എന്തു ചെയ്യുന്നു? ഒരു പോയിന്റിലൂടെ എന്ത് ചെയ്തു? കടന്നുപോയി അല്ലേ? ആ പോയിന്റാണ് മക്കളെ എന്ത്? പ്രിൻസിപ്പൽ ഫോക്കസ്, മുഖ്യ ഫോക്കസ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് പരീക്ഷണം ചെയ്തുകൊണ്ട് കാണിക്കുന്ന ചിത്രമാണ്. ലൈറ്റ് റേസ് പാരലായിട്ട് വരുന്നു, എല്ലാവരും എന്തു ചെയ്യുന്നു? ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നു. ആ പോയിന്റാണ് മുഖ്യ ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ്. ഒരു ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല, സിമ്പിളാണ് മക്കളെ, സിമ്പിൾ. അപ്പൊ എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് മക്കളെ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇവിടെ നോക്ക് മക്കളെ, ഇവിടെ എവിടെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ്? ശ്രദ്ധിക്കുക, ഇവിടെ എവിടെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ്? ഈ ഒരു ചിത്രത്തിൽ ലെൻസിന്റെ ചിത്രം തന്നു കഴിഞ്ഞാൽ അല്ലേ, ലെൻസുകൾ ഇതൊന്നും ഈ സ്പിയർ ഒന്നും കണക്കൂട്ടണ്ട, ലെൻസ് മാത്രം നോക്കുക. ലെൻസിന്റെ ഒരു സൈഡിൽ C2 ഉണ്ട്, അപ്പർ സൈഡിൽ C1 ഉണ്ട് എങ്കിൽ ഇവിടെ എവിടെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് അടയാളപ്പെടുത്തുക? ക്യാപിറ്റൽ ലെറ്റർ എഫ് അടയാളപ്പെടുത്തുക മക്കളെ. അത് അടയാളപ്പെടുത്തേണ്ടത് ഇതാ ഇവിടെയാണ്. പെനെടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഇങ്ങനെ പോയിന്റ് ഇടുക, ഇവിടെ അടയാളപ്പെടുത്താം എഫ്, ഇവിടെയും അടയാളപ്പെടുത്താം എഫ്. 2 F ഉണ്ടാവും. ഓക്കെ, 2 Fകൾ ഉണ്ടാവും. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും, മറ്റൊന്ന് റൈറ്റ് സൈഡിൽ ഉണ്ടാവും. ഇനി വേറെ പോയിന്റും കൂടി ഉണ്ട്. ഓയിൽ നിന്ന് സിയിലേക്കുള്ള അകലമുണ്ടല്ലോ, അതിൻ്റെ കൃത്യം മിഡ് പോയിന്റിലായിരിക്കും എന്ത് വരിക? പ്രിൻസിപ്പൽ ഫോക്കസ് വരിക. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഓയിൽ നിന്ന് മക്കളെ, ഓയിൽ നിന്ന് സിയിലേക്കുള്ള അകലമുണ്ടല്ലോ, അതിന് നടുക്കായിരിക്കും ആര് വരിക? എഫ് വരിക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇവിടേക്ക് നോക്കുക മക്കളെ, ഇവിടേക്ക് നോക്കുക, ഈ ലെൻസിന്റെ ഫിഗറിലേക്ക് നോക്കുക. ഇനി മക്കളെ നിങ്ങൾ ചോദിക്കുകയാണ്, സാറേ ഇവിടെ എങ്ങനെയാണ് വരിക? ഇവിടെ ശ്രദ്ധിക്കുക, ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം മക്കളെ. ശ്രദ്ധിക്കുക, ഇവിടെ സി അല്ലേ, ഇവിടെയും സി. ഇതിൻ്റെ നടുക്ക് പ്രിൻസിപ്പൽ ഫോക്കസ് വരുന്നു, ഇതിന് നടുക്ക് പ്രിൻസിപ്പൽ ഫോക്കസ് വരുന്നു, ഇതിന് നടുക്ക് എന്ത് വരുന്നു? ഒപ്റ്റിക് സെന്റർ വരുന്നു. കുഴപ്പമുണ്ടോ മക്കളെ? പ്രകാശിക കേന്ദ്രം. ഇതാണ് പ്രകാശിക കേന്ദ്രം അല്ലേ? ഇതാണെന്ത്? സെന്റർ ഓഫ് കർവേച്ചർ, വക്രതാ കേന്ദ്രം അല്ലേ? ഇനി എഫ് എന്താ മക്കളെ? എഫ് എന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസ്. കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും ഒക്കെ ഇവിടെയാണ് എഫ് വരിക. ഇനി മക്കളെ ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ കോൺവെക്സ് അല്ലെ, കോൺവെക്സ് വളരെ സിമ്പിൾ ആണ്. അത് മാറ്റിയിട്ട് കേട്ടോ. യെസ്, ഡിലീറ്റ് ചെയ്തു. ഇതും ഡിലീറ്റ് ചെയ്യാം. യെസ് അല്ലേ മക്കളെ, ശ്രദ്ധിക്കാം. വീണ്ടും വരച്ച് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക,
കോൺവെക്സ് ആണെങ്കിലോ സാറേ എങ്ങനെ ചെയ്യും മക്കളെ? നടുക്കുള്ളത് എന്താ? പോയിന്റ് എന്താ? O ആണ്. ഇവിടെ എന്ത് വരും? സി വരും. ഇവിടെയും എന്ത് വരും? സി വരും. അങ്ങനെയാണെങ്കിൽ ഓയിൻ്റെയും സിൻ്റെയും നടുക്കുള്ള പോയിന്റ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഈ ഓയിൻ്റെയും സിൻ്റെയും നടുക്കുള്ള പോയിന്റ് പ്രിൻസിപ്പൽ ഫോക്കസ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യമില്ല മക്കളെ. അതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനി വേറൊരു കാര്യം പറയാനുണ്ട്. ചിത്രം വരയ്ക്കുന്ന സമയത്ത് സീനു പകരം കൊടുത്തിട്ടുള്ളത് എന്താ? സീന് പകരം കൊടുത്തിട്ടുള്ള മക്കളെ 2F എന്നാണ് കൊടുത്തിട്ടുള്ളത്. 2F. ഈ സിക്ക് പകരം കൊടുത്തിട്ടുള്ളത് 2F. എന്താ അതിൻ്റെ കാരണം സാറേ? ഈ സിക്ക് പകരം എന്തുകൊണ്ടാണ് 2F കൊടുക്കുക? കാരണം മക്കളെ കാരണമുണ്ട്, ശ്രദ്ധിക്കുക. ഈ ഓയിൽ നിന്ന് എഫിലേക്കുള്ള അകലം തന്നെയാണ് എഫിൽ നിന്ന് സിയിലേക്കുള്ള അകലവും. കുഴപ്പമുണ്ടോ? അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. സിക്ക് പകരം 2F എന്നും കൊടുക്കാം മക്കളെ. താഴേക്ക് വരൂ, താഴേക്ക് വരൂ, താഴേക്ക് വരൂ, താഴേക്ക് വരൂ, താഴേക്ക് വരൂ. മക്കൾ ശ്രദ്ധിച്ച് ഇവിടെ നോക്കി. ഇവിടെയൊക്കെ സി ആണെങ്കിൽ ചിത്രം വരയ്ക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ നോക്ക്, O കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സി ആണ് പഠിച്ചത് അല്ലേ? O കഴിഞ്ഞാൽ അല്ലേ? O കഴിഞ്ഞാൽ സി അല്ലേ പഠിച്ചത്? പക്ഷേ ഇവിടെ നോക്ക്, സിക്ക് പകരം 2F ആണ് കൊടുത്തത് അല്ലേ? സിക്ക് പകരം 2F അല്ലേ കൊടുക്കാം. ഒരു കുഴപ്പമില്ല മക്കളെ, ഒരു കുഴപ്പമില്ല. ഇവിടെ സിന്റെ സ്ഥാനത്താണ് 2F കൊടുക്കാൻ. കാരണം എന്താ? ഓയിൽ നിന്ന് എഫിലേക്കുള്ള ദൂരം തന്നെയാണ് ഓയിൽ നിന്ന് 2Fലേക്ക് അഥവാ സിയിലേക്ക്. അതുകൊണ്ടാണ് സിക്ക് പകരം എന്ത് കൊടുത്തത് മക്കളെ? 2F എന്ന് കൊടുത്തത്. പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നുള്ള വളരെ വലിയ അക്ഷരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എക്സാമിന് ചോദിക്കുന്നില്ല കേട്ടോ മക്കളെ. ഇനി വേറെ ആളുണ്ടല്ലോ, വേറെ ആൾ നമ്മൾ ആളാരാ? നമ്മളുടെ കോൺകേവ് ലെൻസിന്റെ, ശ്രദ്ധിക്കുക കേട്ടോ, എന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പിൾ നമ്മളിപ്പോൾ നോക്കിയത് ആരെ പ്രിൻസിപ്പൽ ഫോക്കസാ? പ്രിൻസിപ്പൽ ഫോക്കസാ നമ്മുടെ കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് ആണെങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോർ ചിത്രമൊക്കെ നമുക്ക് വരാം. ഓക്കെ, ശ്രദ്ധിക്കുക മക്കളെ, ശ്രദ്ധിക്കുക. ഈ കോൺകേവ് ലെൻസ് ഉണ്ടല്ലോ, ഈ കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എങ്ങനെയാ മക്കളെ? കോൺകേവ് ലെൻസിന്റെ നോക്കിയേ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചിത്രം 2.10 നോക്ക് മക്കളെ, ഒരു കോൺകേവ് ലെൻസ് ഇവിടെ ഉണ്ട് അല്ലേ? സംശയം ഉണ്ടോ? ഒരു കോൺകേവ് ലെൻസ് ഇവിടെ ഉണ്ട് അല്ലേ? ഈ കോൺകേവ് ലെൻസിന്റെ ഒപ്റ്റിക് ആക്സിസ് ആണ് ഇത് ഒപ്റ്റിക് ആക്സിസ് ആണ്. ഇങ്ങനെ പോകുന്ന ഒപ്റ്റിക് ആക്സിസ് ആണ്. അവിടെ O കാണുന്നൊക്കെ ഉണ്ട് അല്ലേ? അവിടെ മക്കളെ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2F എന്ന് അടയാളപ്പെടുത്താം. സിക്ക് പകരം 2F. ഇവിടെ നമുക്ക് 2F എന്ന് അടയാളപ്പെടുത്താം. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ നോക്കൂ മക്കളെ, ഇവിടെ 1, 2, 3 സോറി, ഇത് ഒപ്റ്റിക് ആക്സിസ് ആണ് അല്ലേ? 1, 2, 3, 4. ഈ 4 ലൈറ്റ് റേസും എങ്ങനെയാണ്? ഒപ്റ്റിക് ആക്സിസിന് സമാന്തരമായിട്ട് പോകുന്നു അല്ലേ? പാരലായിട്ട് പോയിട്ട് എന്ത് ചെയ്യണം? അവർക്ക് റിഫ്രാക്ഷൻ സംഭവിക്കുകയാണ് മക്കൾ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് മായ്ക്കട്ടെ, ശ്രദ്ധിക്കുക മക്കളെ. അവർക്ക് റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ? റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് അവരെങ്ങനെ പോകുന്നത്? മുകളിലേക്കാണ് പോകുന്നത്, ഡൈവേർജ് ചെയ്തിട്ട് അല്ലേ? അത് അകന്നവരൊക്കെ പോയത് നോക്കി, ഇവരൊക്കെ പോയത്. ഈ ലൈറ്റ് റേ ഇതൊക്കെ അകന്നു പോയി. ഇവർ കൂട്ടിമുട്ടുമോ? എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഇവർ കൂട്ടിമുട്ടാനെ? ഒരു സാധ്യതയുമില്ല, ഇവർ കൂട്ടിമുട്ടില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഈ റിഫ്രാക്റ്റർ റേസിനെ മക്കളെ ശ്രദ്ധിച്ചേ, ഈ റിഫ്രാക്റ്റർ റേസിനെ ഒരു പോയിന്റിൽ നേരെ ഈ റിഫ്രാക്റ്ററെ ഇങ്ങനെ നീട്ടി വരച്ചു അല്ലേ? ഇതിനെയും നീട്ടി വരച്ചു അല്ലേ? ഇതിനെയും നീട്ടി വരച്ചു. എല്ലാവരെയും നീട്ടി വരയ്ക്കുമ്പോൾ ഈ അപവർത്തന രശ്മികൾ കൂട്ടിമുട്ടുന്ന മക്കളെ ഒരു പോയിന്റിലേക്കല്ലേ? ഈ അപവർത്ത രശ്മികൾ കൂട്ടിമുട്ടുന്ന നോക്കിയേ ഒരു പോയിന്റിലേക്കല്ലേ? ഈ ഒരു പോയിന്റാണ് കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. സമയം എത്രയായി? 2:17. സന്തോഷമായില്ലേ? അതാണ് എന്ത്? കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ മക്കളെ, ഒരു കോൺകേവ് ലെൻസിന് പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട് അല്ലേ? ഈ പറയുന്നത് ശ്രദ്ധിക്കുക, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മക്കളെ. ഒരു കോൺവെക്സിന്റെ ആണോ യഥാർത്ഥത്തിൽ റിയൽ ആയിട്ടുള്ള പ്രിൻസിപ്പൽ ഫോക്കസ് ആരതാ? കോൺകേവിന്റെ ആണോ കോൺവെക്സിന്റെ ആണോ? മക്കളെ പറ,
കോൺവെക്സിന്റെ അല്ലേ? യഥാർത്ഥത്തിലുള്ള പ്രിൻസിപ്പൽ ഫോക്കസ് ആരതാ? കോൺവെക്സിന്റെ ആണ്. പക്ഷേ കോൺകേവിന്റെ യഥാർത്ഥത്തിൽ ഉണ്ടോ? ഇല്ല. അത് മനസ്സിലാക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് മക്കളെ. ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. ഇവിടെ ആവണം. ഓക്കെ മക്കളെ, ഇനി വേറൊരു കാര്യം പറയാനുണ്ട്. നോക്കിയപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇവിടെ ഈ കോൺവെക്സിന്റെ നമ്മൾ മനസ്സിലാക്കുക, ഇത് റിയൽ ആണ് മക്കളെ. ഈ പ്രിൻസിപ്പൽ ഫോക്കസ് നമ്മൾ കൃത്യമായിട്ട് ടേം ഉപയോഗിക്കും. ഇത് റിയൽ ആണ്. കോൺവെക്സിന്റെ റിയൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ യഥാർത്ഥമാണ്. എൻ്റെ സ്പെല്ലിങ് നോക്കരുത് കേട്ടോ. സ്പെല്ലിങ് അല്ല, നമ്മളെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കരുത്. ഞാൻ ഈ പെന്നാണ് ഉപയോഗിക്കുന്നത്, ശരിക്കും യഥാർത്ഥത്തിലുള്ള പേനയല്ല മക്കളെ. അപ്പം ഇത് എന്താണ്? യഥാർത്ഥമാണ്, റിയൽ ആണ്. പക്ഷെ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ ഇത് റിയൽ ആണോ? അല്ല. നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിനൊരു ടേം ഉപയോഗിക്കും മക്കളെ. ആ ടേമാണ് എന്ത്? വിർച്വലാണ്. കോൺകേവിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താ? വിർച്വലാണ്. പറഞ്ഞു നോക്കുക, കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താ? വിർച്വലാണ്. അഥവാ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മിഥ്യയാണ് മക്കളെ. എന്താണ്? മിഥ്യ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിഥ്യാധാരണയാണ് മോളെ. എന്താണ്? അത് തെറ്റായ ധാരണയാണ്. ശരിക്കും അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അതേപോലെ ഇവിടെ അതൊരു വിർച്വലാണ്. കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് വിർച്വലാണ്, മിഥ്യയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതുവരെയാണ് നമ്മൾ കൃത്യമായിട്ട് ജസ്റ്റ് ബേസിക്, ഇത് പക്ക ബേസിക് ആണ്. ഇനി ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട് മക്കളെ. അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും ബേസിക്കിന്റെ ഒരു ഭാഗം കഴിഞ്ഞു മക്കളെ. ശ്രദ്ധിക്കുക. ഇവിടെ നോക്കി, എല്ലാവരും ഈ ഫിഗറിലേക്ക് നോക്കി. ഈ ഫിഗറിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടോ? ഒപ്റ്റിക് സെന്റർ ആണ് അല്ലേ? ഇത് ഒപ്റ്റിക് സെന്റർ ആണ്. ഇത് പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. ഇത് സെന്റർ ഓഫ് കർവേച്ചർ ആണ് അല്ലേ? തിരിച്ച് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഇനി പറയാനുള്ള കാര്യം ശ്രദ്ധിക്കുക മക്കളെ. നമ്മൾ പറഞ്ഞു ഈ ഓയിൽ നിന്ന് എഫിലേക്കുള്ള ദൂരം അല്ലേ? ആ ദൂരത്തിനൊരു പേര് പറയും. ആ ദൂരത്തിന്റെ പേരാണ് ഫോക്കസ് ദൂരം അഥവാ ഫോക്കൽ ലെങ്ത്. എങ്ങനെയാണ്? ഓയിൽ നിന്ന് എഫിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം അഥവാ ഫോക്കൽ ലെങ്ത്. നോക്ക് മക്കളെ, നേരെ ഇങ്ങോട്ട് വാ, താഴേക്ക് അവിടെ പോയി. യെസ്, കണ്ടോ? ഫോക്കസ് ദൂരം എന്ന് കണ്ടോ? ലെൻസിന്റെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന്, അതായത് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം. ഇംഗ്ലീഷ് മീഡിയം നോക്കാം. നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ മക്കളെ? ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിക്കുക. ഇവിടെ പോയി. യെസ്, കണ്ടോ? ദ ഫോക്കൽ ലെങ്ത് എഫ്, സ്മോൾ ലെറ്റർ എഫ് കൊണ്ട് ഡിനോട്ട് ചെയ്യുക. മറക്കരുത് കേട്ടോ. ഈ ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ എഫ് കൊണ്ട് ഡിനോട്ട് ചെയ്യുക അല്ലെ? അതെന്താ? ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ. ഓയിൽ നിന്ന് എഫ് അല്ലെ, പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള അകലം. പ്രശ്നമുണ്ടോ? ഓയിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള അകലം മക്കളെ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു നോക്കൂടെ? വീണ്ടും ഇവിടേക്ക് വാ മക്കളെ. നമ്മൾ പഠിച്ചു ഒപ്റ്റിക് സെന്റർ പഠിച്ചു അല്ലെ? എന്താ ഒപ്റ്റിക് സെന്റർ? പ്രകാശിക കേന്ദ്രം. ഈ ഓ ആണ് പ്രകാശിക കേന്ദ്രം, ലെൻസിന്റെ മിഡ് പോയിന്റ് ആണ്. രണ്ടാമത്തത് സെന്റർ ഓഫ് കർവേച്ചർ പഠിച്ചു. എന്താ സെന്റർ ഓഫ് കർവേച്ചർ പറഞ്ഞാൽ ഈ C1ഉം C2 ആണ് എന്ത്? സെന്റർ ഓഫ് കർവേച്ചർ, വക്രതാ കേന്ദ്രങ്ങൾ. 3 ഒപ്റ്റിക് ആക്സിസ് പഠിച്ചു. ഈ C2നെയും ഓയിനെയും C1നെയൊക്കെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ രേഖയാണ്, ലൈനാണ് ഒപ്റ്റിക് സെന്റർ. അപ്പർച്ചർ പഠിച്ചു അല്ലെ? അപ്പർച്ചർ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഫോക്കൽ ലെങ്ത്. വളരെ ഇമ്പോർട്ടന്റ് ഫോക്കൽ ലെങ്ത്. ഓയിന്റെയും അല്ലെ, ഓയിന്റെയും സീന്റെ ഇടയ്ക്ക് ആരുണ്ട്? ഒരു എഫ് ഉണ്ട് അല്ലെ? ഓയിൽ നിന്ന് എഫിലേക്കുള്ള അകലമാണ് എന്ത്? ഫോക്കൽ ലെങ്ത്. മറന്നു പോകരുത്. ഇത് വീണ്ടും പറയാൻ കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഫോക്കൽ ലെങ്ത് മക്കളെ. ബുദ്ധിമുട്ടുണ്ടോ? ഇനി വേറെ പോയിന്റ് കൂടി പറയാനുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ അത് കൃത്യമായിട്ട് പറയുന്നില്ല, പക്ഷെ അത് പറയും, പിന്നീട് പറയും. പക്ഷെ നമുക്ക് നേരത്തെ തന്നെ പറയാം മക്കളെ. ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിയേ, ശ്രദ്ധിക്കുക മക്കളെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഓയിൻ്റെയും സീൻ്റെയും നടുക്കാണ് എഫ് വരിക അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഓയിൽ നിന്ന് എഫിലേക്കുള്ള അകലം എന്താ? ഫോക്കസ് ദൂരമാണ്. എങ്കിൽ ഓയിൽ നിന്ന് സിയിലേക്കുള്ള അകലം എന്തായിരിക്കും? അതാണ് റേഡിയസ്
ഓഫ് കർവേച്ചർ. ഓർത്ത് വെക്കുക, വക്രത ആരം, വക്രത ആരം, റേഡിയസ് ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ടാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഒരു കാര്യം പറയട്ടെ, ശ്രദ്ധിക്കുക. ഇവിടെ ഓയിൽ നിന്ന് സിയിലേക്കുള്ള അകലം, ഓയിൽ നിന്ന് എഫിലേക്കുള്ള അകലം ഫോക്കൽ ലെങ്ത് ആണെന്ന് പറഞ്ഞു അല്ലേ? എങ്കിൽ ഓയിൽ നിന്ന് സിയിലേക്കുള്ള അകലം എന്താ? റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, വക്രത ആരമാണെന്നും പറഞ്ഞു. എങ്കിൽ ഫോക്കൽ ലെങ്ത്തിന്റെ മക്കളെ, ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആയിരിക്കും ആര്? R. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, ജസ്റ്റ് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇവിടെ നോക്ക്, ഒരാൾ പറയാണ് ഫോക്കൽ ലെങ്ത് 5 സെന്റിമീറ്റർ ആണെന്ന് പറയാണ്. അതായത് ഓയിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള അകലം 5 സെന്റിമീറ്റർ ആണ്. എങ്കിൽ R എന്താ? റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് അല്ലേ? വക്രത ആരമാണ്. R എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. പ്രശ്നമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ജസ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതിയാകും. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. നമ്മൾ ഫോക്കൽ ലെങ്ത്തും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയാണ് മക്കളെ ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇത്. പലരും എന്ത് ചെയ്യുന്ന അറിയോ? ഇത് പഠിക്കാൻ മടുക്കും. ഇതെങ്ങനെ പഠിക്കുക, ചിത്രം വരയ്ക്കണം, ബുദ്ധിമുട്ടാണ്, അത് ബുദ്ധിമുട്ടാണ്, ഇത് ബുദ്ധിമുട്ടാണ്. പക്ഷെ മക്കളെ, ഇത് പഠിക്കാതെ ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ടോപ്പിക്കുകളായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല മക്കളെ. ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇത് പഠിക്കൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ചില കുട്ടികൾ എന്ത് ചെയ്യും? വരച്ച് പഠിക്കാൻ മടിക്കും, അലമ്പ് കളിക്കും. അതായത് ശ്രദ്ധ കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ വരയ്ക്കും, എന്തെങ്കിലുമൊക്കെ എഴുതും. പക്ഷേ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫിസിക്സിന് മാർക്ക് കിട്ടൂല. ഫിസിക്സ് എപ്പോഴും കൺസെപ്റ്റ് ബേസ്ഡ് ആണ്. ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മാർക്ക് നമുക്ക് കിട്ടൂല മക്കളെ. അപ്പം ശ്രദ്ധിക്കുക, ഞാനൊരു ഫിഗർ പറയാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ മക്കളെ? ഈ ഒരു ഫിഗർ നോക്കുക. ഇവിടെ നോക്ക്. ഈ കുട്ടി എന്താ ചെയ്യുന്നേ? ഈ കുട്ടി ഒരു ലെൻസ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ പുറത്തുനിന്നുള്ള ഈ മരത്തിൻ്റെ അവിടുന്ന് പ്രകാശം ഈ ജനൽ വഴി, ഈ ലെൻസ് വഴി ഈ ഒരു സ്ക്രീനിലേക്ക് പതിക്കുന്നുണ്ട്. എൻ്റെ ഈ സ്ക്രീനിലേക്ക് പതിക്കുന്നുണ്ട്. അപ്പോൾ നോക്ക്, ഈ മരത്തിൻ്റെ ചിത്രം ഇവിടെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? മരത്തിൽ ചിത്രം ഇവിടെ കിട്ടുന്നില്ലേ? എങ്ങനെയാണ് ഈ മരത്തിന് ചിത്രം ഇവിടെ കിട്ടുന്നത്? യെസ്, അതാണ് ഇമേജ് ഫോർമേഷൻ, അതായത് പ്രതിബിംബ രൂപീകരണം. മക്കളെ, ഈ ഒരു മരത്തിൻ്റെ പ്രതിബിംബം ഇവിടെ രൂപപ്പെട്ടു, ഇമേജ് ഇവിടെ രൂപപ്പെട്ടു. എങ്ങനെ രൂപപ്പെട്ടു സാർ? അതാണ് പഠിക്കാൻ പോകുന്നത് മക്കളെ, അതാണ് പഠിക്കാൻ പോകുന്നത്. മക്കളെ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇവിടെ നോക്കൂ മക്കളെ, ഇതൊരു ജനാലയാണ് അല്ലേ? ഈ ജനാലയിൽ നിന്നുള്ള പ്രകാശം ഈ ലെൻസ് വഴി ഈ സ്ക്രീൻ എന്ന് പറയാം, കുഴപ്പമുണ്ടോ? ഒരു പേപ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്ക്രീൻ എന്ന് പറയാം, കുഴപ്പമില്ല. പേപ്പർ ആണെങ്കിലും സ്ക്രീൻ എന്ന് പറയാം. അപ്പോൾ മക്കളെ, ഈ ജനാലയുടെ ചിത്രം എവിടെ പതിഞ്ഞു? ഈ പേപ്പറിൽ പതിഞ്ഞിട്ടുണ്ടോ ഇല്ലേ? അപ്പം ഒരു ഇമേജ് ഒരു പേപ്പറിലോ ഒരു സ്ക്രീനിലോ പതിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം പ്രതിബിംബങ്ങളാണ്, അത്തരം ഇമേജുകളാണ് മക്കളെ റിയൽ ഇമേജസ്. കണ്ടോ? റിയൽ ഇമേജസ് that can be projected on a screen are real images. മക്കളെ, റിയൽ ഇമേജസ്, ഒരു പ്രതിബിംബം, എൻ്റെ ഒരു ചിത്രം ഒരു ലെൻസ് വെച്ചിട്ട് ഈ ചുമരിൽ പതിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇമേജ് പ്രതിബിംബമാണെന്ത്? റിയൽ ഇമേജസ്. മക്കളെ ശ്രദ്ധിക്കുക, മറന്നു പോകരുത്. മറന്നു നോക്കിയേ, മലയാളം നോക്കാം. സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബങ്ങളാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ, റിയൽ ഇമേജസ്. ബുദ്ധിമുട്ടുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. അതൊക്കെ നമുക്ക് ആവശ്യം വരും. ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? എക്സാമിന് വരിക. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കാം. ഇനി നോക്കി നോക്ക്, ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയണേ. ക്യാമറയിൽ യഥാർത്ഥ പ്രതിബിംബങ്ങൾക്ക് ഉദാഹരണം അതൊക്കെ നമുക്ക് എഴുതാം, പിന്നെ ഡിസ്കസ് ചെയ്യാം. മക്കളെ ശ്രദ്ധിക്കുക, വേറെ ഫിഗറോട് നോക്കി. ഇവിടെ ലെൻസ് വീണ്ടും ലെൻസ്, മൂന്നാമത്തെ ഫിഗർ ആട്ടത് ലെൻസ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കോൺവെക്സ് ലെൻസ് ആണ്. ഇമേജ് കൃത്യമായിട്ട് റിയൽ ഇമേജസ് ഫോം ചെയ്യിപ്പിക്കാൻ കഴിയുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ?
കോൺവെക്സ് ലെൻസിനു മാത്രമേ ഉള്ളൂ മക്കളെ. ഒരു മെഴുകുതിരി നോക്കൂ, ഒരു മെഴുകുതിരിയിൽ നിന്ന് പ്രകാശം കോൺവെക്സ് ലെൻസ് വഴി ഒരു സ്ക്രീനിലേക്ക് വന്നു പതിക്കുന്നു. അപ്പോൾ മെഴുകുതിരിയുടെ ചിത്രം, മെഴുകുതിരിയുടെ ഇമേജ്, പ്രതിബിംബം ഇവിടെ രൂപപ്പെട്ടു. എല്ലാം ശ്രദ്ധിക്കുക, രൂപപ്പെട്ടു. എങ്കിൽ ഇതെങ്ങനത്തെ ഇമേജാണ്? ഈ ഇമേജ് ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന ഇമേജ് എങ്ങനത്തെയാണ്? റിയലാണ്, യഥാർത്ഥമാണ്. പറഞ്ഞതല്ലേ, യഥാർത്ഥമാണ്. മറന്നു പോകോ? ഇത് യഥാർത്ഥ പ്രതിബിംബമാണ്. ഒരു റിയൽ ഇമേജ് ആർക്കേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ? യെസ്, കോൺവെക്സ് ലെൻസിനു മാത്രമേ സാധിക്കുകയുള്ളൂ. മക്കളെ, ഇവിടെ ടേബിളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണം. നോക്ക്, ഈ ടേബിൾ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി പോകുന്ന ഭാഗം കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടേബിൾ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ബേസിക്കിലേക്ക് കടക്കുകയാണ്. നല്ലോണം ശ്രദ്ധിക്കുക മക്കളെ, നല്ലോണം ശ്രദ്ധിക്കുക. നോക്ക്, കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടി റിവൈസ് ചെയ്യാം മക്കളെ. O എന്താ? ഒപ്റ്റിക് സെന്റർ ആണ് അല്ലെ. F എന്താ? പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. 2Fന്റെ സ്ഥലത്ത് നമ്മൾ C ആ പഠിച്ചത്. C എന്തായിരുന്നു? യെസ്, നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചർ, വക്രതാ കേന്ദ്രം ആയിരുന്നു അല്ലെ. ബുദ്ധിമുട്ടുണ്ടോ? പ്രകാശിക കേന്ദ്രം, മുഖ്യ ഫോക്കസ്, വക്രതാ കേന്ദ്രം അല്ലെ, സെന്റർ ഓഫ് കർവേച്ചർ. മക്കളെ, ഇനി നമ്മൾ വേറെ കാര്യം പറഞ്ഞല്ലോ. ഓയിൽ നിന്ന് എഫിലേക്കുള്ള ദൂരം അല്ലെ, ഫോക്കൽ ലെങ്ത്, സ്മോൾ ലെറ്റർ F, ഫോക്കസ് ദൂരം അല്ലെ. ഓയിൽ നിന്ന് 2Fലേക്കുള്ള ദൂരം എന്തായിരുന്നു? റേഡിയസ് ഓഫ് കർവേച്ചർ, വക്രത ആരം. എത്ര പോയിന്റ്സാ അല്ലെ, എത്ര പോയിന്റ്സാ മക്കളെ. ഓരോ പോയിന്റും കൃത്യമായിട്ട് പഠിക്കുക. വളരെ സിമ്പിൾ. 5-10 മിനിറ്റ് മതി പഠിച്ചെടുക്കാൻ. പക്ഷെ 5-10 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുത്ത ആ ഒരു കണ്ടന്റ് വെച്ച് നമുക്ക് A+ നേടാൻ കഴിയുമെന്നുള്ളതാണ് മക്കളെ. ശ്രദ്ധിക്കുക. ഇനി വേറെ കാര്യം പറഞ്ഞല്ലോ. ഓയിൽ നിന്ന് എഫിലേക്കുള്ള ദൂരം 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഓയിൽ നിന്ന് 2Fലേക്കുള്ള ദൂരം എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ. ഡബിൾ ആയിരിക്കും. അതായത് ഓയിന്റെയും 2Fന്റെയും നടുക്കുള്ള പോയിന്റ് ആണ് മക്കളെ F. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടിന്റെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല മക്കളെ. ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് ഫിഗർ അല്ലെ, നമ്മളെ ഫസ്റ്റ് ഫിഗറാണ്. നല്ലോണം ശ്രദ്ധിക്കുക. ഈ ഫിഗറിന് എന്താ പ്രത്യേകത മക്കളെ? ശ്രദ്ധിക്കുക. നോക്ക്, കോൺവെക്സ് ലെൻസ് വെച്ചു അല്ലെ. ഈ കോൺവെക്സ് ലെൻസിന്റെ ഒപ്റ്റിക് ആക്സിസ് ആണ് അല്ലെ, പ്രകാശിക അക്ഷമാണ് എന്ത് ഈ കാണുന്നത്. ഇതിനൊക്കെ 2F, F, O, F, 2F ഇതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഒപ്റ്റിക് ആക്സിസ്. നമ്മൾ പറഞ്ഞാണ് അല്ലേ. അപ്പം ഈ ഒപ്റ്റിക് ആക്സിസിന് പാരലായിക്കൊണ്ടൊരു ലൈറ്റ് റേ വരുന്നു. വന്നോ? ഈ വന്ന ലൈറ്റ് റേക്ക് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം സംഭവിക്കും അല്ലെ. ഇതിന് അപവർത്തനം സംഭവിക്കുന്നു. ഇതിലൂടെയാണ് അപവർത്തനം സംഭവിച്ചു പോകുന്നത്. യെസ്, എഫിലൂടെയാണ് പോയത്. സംശയമുണ്ടോ? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക. ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരുന്ന ഏതൊരു ലൈറ്റ് റേയും റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് എഫിലൂടെയായിരിക്കും പോവുക. ബുദ്ധിമുട്ടുണ്ടോ? പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും? അതാണ് നമ്മൾ പഠിക്കേണ്ട ഈ റേ ഡയഗ്രവുമായി ബന്ധപ്പെട്ട്. എന്ത് ഡയഗ്രാം? റേ ഡയഗ്രാം. മക്കൾ, എന്ത് ഡയഗ്രമാണ്? റേ ഡയഗ്രവുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് പഠിക്കേണ്ട പോയിന്റ്. ഇതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നല്ലോണം ആലോചിച്ചു. അതായത് ഒപ്റ്റിക് ആക്സിസിന് സമാന്തരമായി വരുന്ന ഏതൊരു ലൈറ്റ് റേയും റിഫ്രാക്ഷനു ശേഷം എഫിലൂടെയായിരിക്കും കടന്നു പോവുക. എന്ത് ബുദ്ധിമുട്ട്, എന്തിനാ ബുദ്ധിമുട്ട് അല്ലെ. ഒന്നാമത്തെ ഫിഗർ, ഒന്നാമത്തെ റേ ഡയഗ്രത്തിന്റെ ബേസിക് ആണ് അല്ലെ മക്കളെ. രേഖാചിത്രത്തിന്റെ ഒന്നാമത്തെ ബേസിക് ആണ് നമ്മൾ നോക്കിയത് മക്കളെ. ഇനി രണ്ടാമത്തത് ശ്രദ്ധിക്കുക. രണ്ടാമത് നോക്കൂ മക്കളെ. ഇവിടെ ശ്രദ്ധിക്കുക. ഒപ്റ്റിക് ആക്സിസ്, വീണ്ടും ഒപ്റ്റിക് ആക്സിസ് കണ്ടോ? ലെൻസ് ഏതാ മക്കളെ? കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. അപ്പൊ നോക്ക്, ഒരു ലൈറ്റ് റേ ഒപ്റ്റിക് ആക്സിസിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് പോവാണ്. അതിനെന്തെങ്കിലും ഡീവിയേഷൻ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു വ്യതിയാനവും സംഭവിച്ചിട്ടില്ല. ലൈറ്റ് റേ നേരെ എന്ത് ചെയ്യുന്നു? ഒരു പ്രശ്നമില്ല. ലൈറ്റ് റേ എന്ത് ചെയ്യാണ് മക്കളെ? ശ്രദ്ധിക്കുക. ലൈറ്റ് എന്ത് ചെയ്യാണ്? ഒരു പ്രശ്നമില്ലാതെ നേരെ ഇങ്ങനെ പോയി. ഇതാണ് രണ്ടാമത്തെ ഫിഗർ. ബുദ്ധിമുട്ടുണ്ടോ? ഒരു ലൈറ്റ് റേ ഒപ്റ്റിക് സെന്ററിലൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഡീവിയേഷൻ ഒന്നും സംഭവിക്കാതെ പോകുന്നേ. പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? സമയത്രേ
2:32 ആൾക്കാരിങ്ങനെ വിചാരിക്കണ്ടാവും, അയൽവാസികളെ കരുതുന്നുണ്ടാവും ഇവർ കുറക്കൊന്നുമില്ലേ, എന്തൊക്കെയോ ബഹളം കേൾക്കുന്നുണ്ടല്ലോ, അല്ലെ കള്ളന്മാർ കയറി ഇവിടെ അടി കൂടുതൽ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഓക്കെ, ഒക്കെ ചിന്തിച്ചോട്ടെ, നമുക്ക് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. മക്കളെ ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ഫിഗർ മക്കളെ നോക്കിയേ. മൂന്നാമത്തെ ഫിഗർ ഇവിടെ നോക്ക്. ഒരു ലൈറ്റ് നോക്ക് മക്കളെ, ഒരു ലൈറ്റ് എഫിലൂടെ നേരെ ലെൻസിലേക്ക് ഇൻസിഡന്റ് ചെയ്തു പറഞ്ഞാൽ പതിച്ചു. അങ്ങനെ പതിച്ചു കഴിഞ്ഞ ഈ ലൈറ്റ് റിഫ്രാക്ഷൻ സംഭവിച്ച് ഇതിലൂടെയാണ് പോകുന്നത്? യെസ്, ഒപ്റ്റിക് ആക്സിസിന് അല്ലെ, പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട്. മക്കളെ ഈ ഒരു ഫിഗറിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇത്? നോക്ക്, ആണോ അല്ലേ? ഇതെന്താണ്? ഒപ്റ്റിക് ആക്സിസിന് സമാന്തരമായിട്ട് അല്ലേ, ഒപ്റ്റിക് ആക്സിസിന് സമാന്തരമായി വന്നിട്ട് ഒന്നുകൂടി നമുക്ക് വരയ്ക്കാം അല്ലേ. ഇവിടെ എന്താണ്? ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വന്നിട്ട് എഫിലൂടെ കടന്നുപോയി. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണിത്. നോക്ക് മക്കളെ, നോക്ക്, എഫിലൂടെ വന്നിട്ട് ഒപ്റ്റിക് ആക്സിസിന് സമാന്തരമായിട്ട് പോയി. ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? സിമ്പിളാണ് മക്കളെ, സിമ്പിളാണ്. കാരണം ഇതാണ് നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് മാറ്റി വെക്കാനുള്ള ഒരു അവസരമില്ല. നമ്മുടെ 10ാം ക്ലാസ്, നമ്മുടെ ജീവിതം അതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണുക. നമ്മളത് തമാശ കളിച്ച് ഇപ്പോൾ സാറ് ക്ലാസ് എടുക്കുന്ന അധ്യാപകർ നേരിട്ട് ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ചില മക്കൾ ഇങ്ങനെ അന്തം വിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും. മക്കളെ ചിന്തിച്ചോ? ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടൂല. നമ്മൾ ആകെ പെട്ടുപോകും. അപ്പം പെടാൻ നിൽക്കണ്ട. നമുക്ക് വേറെ പലതിനെക്കുറിച്ചും ചിന്തിക്കാനുള്ള അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഇതിന് നല്ല മാർക്ക് വാങ്ങുക മക്കളെ. ഇനി ഇത് മൂന്നും കൂടി ചേർത്തിട്ടുള്ള ഫിഗർ നോക്ക് മക്കളെ, നോക്ക്. ഒരു ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിസിന് ഒപ്റ്റിക് ആക്സിസിന്, ഈ പ്രിൻസിപ്പൽ ആക്സിസ് ഞാൻ പറയാൻ കാരണം ഇത് പഴയ പേരാണ്, പുതിയ പേര് ഒപ്റ്റിക് ആക്സിസ് ആണ്. ഓക്കെ, ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരുന്നു, എഫിലൂടെ കടന്നു പോകുന്നു. വേറൊരു ലൈറ്റ് ഓയിലൂടെ നേരെ പോകുന്നു. ഓയിലൂടെ പോകുന്ന ഒരു ലൈറ്റ് എന്ത് സംഭവിക്കില്ല? വ്യതിയാനം സംഭവിക്കില്ല. വേറൊരു ലൈറ്റ് എഫിലൂടെ, മൂന്നാമത് പഠിച്ചത് അല്ലെ, എഫിലൂടെ നമ്മുടെ ലെൻസിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്നു. അതിന് ഡീവിയേഷൻ സംഭവിക്കാതെ എന്ത് ചെയ്യുന്നു? യെസ്, ഒപ്റ്റിക് ആക്സിസിന് അല്ലെ, പ്രകാശിക കേന്ദ്രത്തിന് സമാന്തരമായിട്ട് കടന്നു പോകുന്നു. 3 കൃത്യമായിട്ട് പഠിക്കുക. എന്തിനാ സാർ അതൊക്കെ പഠിക്കുന്നത്? ആവശ്യമുണ്ട് മക്കളെ, പറഞ്ഞുതരാം. ഓരോ ലൈറ്റ് ലെൻസിലൂടെ എങ്ങനെയൊക്കെ പോകുമ്പോൾ എന്തൊക്കെ മാറ്റം സംഭവിക്കുന്നതൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നോക്ക് മക്കളെ, ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇങ്ങനെ ബോക്സ് കാണാൻ കേട്ടോ. ഈ ബോക്സിൽ ഈ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അത് ഫില്ല് ചെയ്യണമെന്നില്ല. നമുക്ക് ആ കൺസെപ്റ്റ് നമ്മുടെ തലച്ചോറിൽ ഉണ്ടായാൽ മതി. എക്സാമിന് ഇത് എങ്ങനെ പോകുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളത് എഴുതാനൊന്നും ചോദിക്കില്ല, മറിച്ച് ചിത്രം വരയ്ക്കാനുണ്ടാവും കേട്ടോ. ഓക്കെ മക്കളെ, ശ്രദ്ധിക്കുക. നമ്മൾ ചിത്രം വരയ്ക്കാൻ പോവാണ്. ഒന്നാമത്തെ ചിത്രം നല്ലോണം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചിത്രം മക്കളെ, ഇവിടെ നോക്ക്. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഇത് ലെൻസാണ് അല്ലേ. ലെൻസിൻ്റെ ഇടതുഭാഗത്ത്, ഇതാണ് ഇടതുഭാഗം അല്ലേ, ഇതാണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് വെക്കും, വസ്തു വെക്കും. ആ വസ്തുവിൻ്റെ ഇമേജ്, പ്രതിബിംബം എവിടെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കും. നമുക്ക് നോക്കാം. നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഫിഗറിലേക്ക് നോക്കുക മക്കളെ, ശ്രദ്ധിക്കുക. ഇതൊക്കെ മായ്ക്കട്ടെ കേട്ടോ. യെസ്, വൃത്തിയായില്ലേ? വേറൊന്നുമില്ലല്ലോ ഇതിൽ. ശ്രദ്ധിക്കാം മക്കളെ, നല്ലോണം ശ്രദ്ധിക്കുക. ഇവിടെ ഉണ്ട്, നമുക്കറിയാം അല്ലേ, ഒപ്റ്റിക് സെൻറ്റർ അല്ലേ, പ്രകാശിക കേന്ദ്രമുണ്ട് അല്ലേ. റൈറ്റ് സൈഡിൽ എഫ് ഉണ്ട്, ഇവിടെ റൈറ്റ് സൈഡിലും 2F ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും എഫ് ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിലും 2F ഉണ്ടാവും. നല്ലോണം ശ്രദ്ധിക്കുക. 2F, എഫ്, ഇവിടെ ഇല്ല, ഉണ്ട് കേട്ടോ. F, 2F, ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം ഒബ്ജക്റ്റ് വെക്കുന്ന സ്ഥലം നോക്ക്. വസ്തു 2F'നപ്പുറം, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റ് ബിയോണ്ട് സി. ഇതൊക്കെ ഞാനിവിടെ എഴുതാം കേട്ടോ. തൽക്കാലം ഞാനിവിടെ എഴുതാം. ഒബ്ജക്റ്റ് ബിയോണ്ട് സി. കുഴപ്പമുണ്ടോ? ഒബ്ജക്റ്റ് ബിയോണ്ട് സി ആണ്. ഇതിന് മലയാളമാണ് ബിയോണ്ട് സി. ഓക്കെ, ശ്രദ്ധിക്കുക, എല്ലാം ശ്രദ്ധിക്കുക മക്കളെ. ഇവിടെ
വസ്തു ഒബ്ജക്റ്റ് സീൻ്റെ അപ്പുറത്ത് തന്നെ അല്ലേ, സീൻ്റെ ഇപ്പുറത്ത് തന്നെ അല്ലേ ഒബ്ജക്റ്റ്. അതുകൊണ്ടാണ് ബിയോണ്ട് സി, സിക്ക് അപ്പുറം, സോറി സി അങ്ങനെ 2F ആണ്, മാറി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, സി എന്ന് പറയുന്നത് 2F ആണ്. അപ്പം 2Fന് അപ്പുറം തന്നെയല്ലേ ഒബ്ജക്റ്റ്, പ്രശ്നമുണ്ടോ? 2Fന് അപ്പുറം തന്നെയല്ലേ ഒബ്ജക്റ്റ്. അത് വീണ്ടും വീണ്ടും ചോദിക്കാൻ കാരണം എന്താ അറിയോ, ഇതിൽ കൺഫ്യൂഷൻ വരരുത്, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് മക്കളെ 2Fന് അപ്പുറം നമ്മൾ എന്ത് ചെയ്തു, ഒബ്ജക്റ്റ് കൊണ്ടുവെക്കുന്നു മക്കളെ. ഇനി ഈ ഒബ്ജക്റ്റിൽ നിന്നും ഒരു ലൈറ്റ് നല്ലോണം ശ്രദ്ധിക്കുക, ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് പോകുന്നു. ഈ പാരലായിട്ട് പോകുന്ന ലൈറ്റ് റിഫ്രാക്ഷൻ സംഭവിച്ചാൽ എഫിലൂടെ അല്ലേ കടന്നു പോവുക. ആ ലൈറ്റ് എന്ത് ചെയ്തു, എഫിലൂടെ കടന്നുപോയി. ഒരു ലൈറ്റ് അടുത്തൊരു ലൈറ്റ് ഈ ഇതാണ് ഒബ്ജക്റ്റ് അല്ലേ, ഇതാണ് ഒബ്ജക്റ്റ്, ഞാൻ പറയാൻ വിട്ടുപോയോ, ഇതാണ് ഒബ്ജക്റ്റ് അല്ലേ, വസ്തു, അതായത് ഒബ്ജക്റ്റ് അഥവാ വസ്തു. ഈ അടുത്തൊരു ലൈറ്റ് ഈ വസ്തുവിൽ നിന്ന് ഓയിലൂടെ കടന്നുപോയി. ഓയിലൂടെ പോയി കഴിഞ്ഞാൽ അതൊരു ഡീവിയേഷൻ സംഭവിക്കുമോ? ഒരു ഡീവിയേഷൻ സംഭവിക്കില്ല. അപ്പോൾ ഒന്നുകൂടി പറയാം, വസ്തു 2Fന് അപ്പുറമാണ് അല്ലേ, വസ്തു എവിടെയാണ്, 2Fനും അപ്പുറമാണ് അല്ലേ. ആ വസ്തു ഒബ്ജക്റ്റ് ബിയോണ്ട് സി, അതിനെ OB എന്ന പേര് കൊടുത്തുകൊണ്ട് നോട്ട് ചെയ്യുന്നു അല്ലേ. ആ വസ്തുവിൽ നിന്ന് ഒരു ലൈറ്റ് ഒപ്റ്റിക് ആക്സിസിന് പാരലായി കൊണ്ടുവരുന്നു, എഫിലൂടെ അപവർത്തനം സംഭവിച്ചു പോകുന്നു. മറ്റൊരു ലൈറ്റ് ഓയിലൂടെ ഡയറക്റ്റ് ആയിട്ട് പോകുന്നു. പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പഠിച്ചത് തന്നെ അല്ലേ, അത് പഠിച്ചതല്ലേ, ഇതിനാണ് നമ്മൾ പഠിച്ചത് കേട്ടോ, ഇതിനാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പം ഈ രണ്ടു ലൈറ്ററേയും മക്കളെ ശ്രദ്ധിക്കുക, ഈ രണ്ടു ലൈറ്ററേയും എവിടെയാണോ കൂട്ടിമുട്ടി, ഇവിടെ കൂട്ടിമുട്ടി അല്ലേ, ഇവിടെ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇമേജ് ഉണ്ടാവും നോക്കും മക്കളെ. ഇമേജ് വരച്ചാൽ നോക്കിയേ, ഒപ്റ്റിക് ആക്സിസിൽ നിന്നും ഇങ്ങനെ ലൈൻ വരച്ചിട്ട് ആരോ മാർക്ക് ഇട്ടു, ഇങ്ങനെയാണ് ഇമേജ്. കുഴപ്പമുണ്ടോ? ഇതാണ് ഇമേജ്, ഇതാണ് പ്രതിബിംബം. അപ്പോൾ ഇത് ഈ വസ്തുവിൻ്റെ OB എന്ന വസ്തുവിൻ്റെ ഇമേജ് ഇവിടെ ഉണ്ടായി. കുഴപ്പമുണ്ടോ? OB എന്ന വസ്തുവിൻ്റെ ഇമേജ് ഇവിടെ ഉണ്ടായി. എവിടെ ഉണ്ടായി മക്കളെ? ഇനിയാണ് നമ്മുടെ പ്രശ്നം, ഇനിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത്, ഇങ്ങനെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം, പൊസിഷൻ ഓഫ് ദ ഇമേജ്, പൊസിഷൻ ഓഫ് ദ ഇമേജ്. ഇമേജിൻ്റെ പൊസിഷൻ എവിടെയാണ് മക്കളെ? പൊസിഷൻ ഓഫ് ദ ഇമേജ്. എവിടെ ഇമേജിൻ്റെ പൊസിഷൻ? ബിറ്റ്വീൻ എഫ് ആൻഡ് 2F ഓൺ ദ അതർ സൈഡ്. ഏതാണ് അതർ സൈഡ്? യെസ്, ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള അപ്പുറത്തെ സൈഡ്, അതർ സൈഡ്, മറുവശത്ത് അല്ലേ മക്കളെ. നോക്ക്, മറുവശത്ത് എഫിനും 2Fനും ഇടയിൽ, ശരിയല്ലേ? ഇത് എഫ്, ഇത് 2F, ഈ രണ്ടിൻ്റെയും ഇടയിലല്ലേ ഇമേജ് ഉണ്ടായത്? സംശയമുണ്ടോ? സംശയമുണ്ടോ മക്കളെ? സംശയത്തിൻ്റെ ആവശ്യമില്ല, കൃത്യമല്ലേ? എഫിനും 2Fനും ഇടയിൽ എന്തുണ്ടായി? ഇമേജ് ഉണ്ടായി. സാറേ ഇത് എന്തൊക്കെയൊരു പൊരുത്തക്കേടുണ്ടല്ലോ, ഒരു ക്ലാരിറ്റി കിട്ടാണ്ട് സാറേ. കിട്ടും മക്കളെ, പേടിക്കേണ്ട ആവശ്യമില്ല. ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഇത് 8ാം ക്ലാസ്സിലാണ് നമ്മൾ ഇതിൻ്റെ ബേസിക് പഠിച്ചിട്ടുള്ളത്. 8ാം ക്ലാസ്സിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്, പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ റേഡയറൊക്കെ പഠിച്ചു പോകുന്നുണ്ട്. പക്ഷെ അത് മറന്നിട്ടുണ്ടാവും, നമ്മളൊക്കെ മനുഷ്യരാണ്, മറന്നു പോകും അല്ലേ. എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് ശ്രദ്ധിച്ചാൽ മതി മക്കളെ. അപ്പോൾ അത് നമ്മൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം നോക്കി, അതായത് പൊസിഷൻ ഓഫ് ദ ഇമേജ് നോക്കി അല്ലേ. ഇനി നമ്മൾ നോക്കുന്നത് മക്കളെ എന്തത് വായിച്ചു നോക്കി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ്, അതായത് പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ആരാണ് ആ സ്റ്റാർ? ഇതാണ് ആ സ്റ്റാർ, ഇതാണ് ആ താരം അല്ലേ. ഇയാളെക്കുറിച്ച് നമ്മൾ മൊത്തം കാര്യങ്ങൾ പറയുന്നത്, ഇമേജ് പ്രതിബിംബത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അടുത്ത നമ്മൾ പൊസിഷൻ എഴുതി അല്ലേ, പ്രതിബിംബത്തിൻ്റെ പൊസിഷൻ നമ്മൾ എഴുതി. പ്രതിബിംബം എവിടെ ഫോം ചെയ്തു? എഫിനും 2Fനും ഇടയിൽ ഫോം ചെയ്തു. ഇനി എന്താ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത? ഇൻവേർട്ടഡ്. ഫസ്റ്റ് പോയിന്റ്, ഇൻവേർട്ടഡിൻ്റെ മലയാളം തലകുത്തനെന്നാണ്, തലകുത്തനെന്നാണ്, ശരിയല്ലേ? ഒബ്ജക്റ്റിൻ്റെ ആരോ മാർക്ക് മുകളിലല്ലേ, എങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എങ്ങനെ ഉണ്ടായത്? തലകുത്തനെയാണ് ഉണ്ടായത് മക്കളെ. അപ്പോൾ ആ പോയിന്റ് ശരിയല്ലേ? ഒന്നാമത്തെ പോയിന്റ് ഇൻവേർട്ടഡ്, മലയാളത്തിൽ പറയുകയാണെങ്കിൽ തല കീഴായത് മക്കളെ. രണ്ടാമത്തെ പോയിന്റ് നോക്ക്, ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് അല്ലേ. ഒബ്ജക്റ്റിൻ്റെ വലിപ്പവും ഇമേജിൻ്റെ വലിപ്പവും കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാ വലിപ്പം കൂടുതൽ? ആർക്കാ മക്കളെ വലിപ്പം കൂടുതൽ? ഒബ്ജക്റ്റിനാ വലിപ്പം കൂടുതൽ. അപ്പം ഇമേജിൻ്റെ സൈസ് എന്താ? ഡിമിനിഷ്ഡ്, ചെറുതാണ് ഇമേജ് സൈസ്. ഇതൊരു 10 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇതൊരു 8 ഉണ്ടാവുള്ളൂ അല്ലേ. സംശയം ഉണ്ടോ? മായ്ക്കാം, ഇല്ല മായ്ക്കാം കേട്ടോ
മക്കളെ ഇതൊരു 8 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇതൊരു 8 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇതൊരു സോറി നേരത്തെ 10 പറഞ്ഞു അല്ലേ, കുഴപ്പമില്ല, വീണ്ടും 10 തന്നെ പറയാം. മക്കളെ ഇതൊരു 10 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇതൊരു പക്ഷേ 6, 7, 8 ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇമേജ് ഡിമിനിഷ്ഡ് ആണ്, ചെറുതാണ് മക്കളെ എന്നാ പറയുന്നത്. ചെറുതല്ലേ, ചെറിയ ഇമേജ് ആണ്. ഇനി എന്താ ഇമേജിന്റെ പ്രത്യേകത മക്കളെ? യഥാർത്ഥം എന്ന് പറയുന്നു. എന്താ യഥാർത്ഥം, റിയൽ എന്ന് പറയാൻ കാരണം? അതിന് കാരണമുണ്ട് മക്കളെ. ഒബ്ജക്റ്റ് ഇവിടെ അല്ലേ നമ്മൾ വെച്ചേ, ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് അതർ സൈഡിൽ അല്ലേ, അതർ സൈഡിൽ ഇവിടെ ഉണ്ടായി അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രീനിലേക്ക് ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് വന്ന് വീഴും. നമ്മൾ നേരത്തെ മെഴുകുതിരിയുടെ കേസ് പറഞ്ഞു, മരത്തിന്റെ കേസ് പറഞ്ഞു, ജനാലയുടെ കേസ് പറഞ്ഞു. അതേപോലെ ഇവിടെ ഈ ഒരു സ്ക്രീനിൽ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, ഫോം ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പ്രതിബിംബം റിയൽ ആണ് മക്കളെ. വേറെ കാര്യം പറയട്ടെ, ഒരു ഇമേജ് റിയൽ ആണെങ്കിൽ, യഥാർത്ഥമാണെങ്കിൽ ആ ഇമേജ് എന്തായിരിക്കും, ഇൻവേർട്ടഡുമായിരിക്കും. അതിൽ യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല, അതങ്ങനെ തന്നെയാണെന്നോട് പറയാം. ഒരു ഇമേജ് യഥാർത്ഥമാണെങ്കിൽ ആ ഇമേജ് എന്തായിരിക്കും, ഇൻവേർട്ടഡ്. ഇത് രണ്ടും ബൈൻഡഡ് ആണ്, മാറൂല. ഒരു ഇമേജ് റിയൽ ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഇമേജ് ആയിരിക്കും. അതിന് വേറെ പേര് പറയും, നമുക്ക് പഠിക്കാം, ആ സമയത്ത് പഠിക്കാം, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഒരു ഇമേജ് റിയൽ ആണെങ്കിൽ അത് ഇൻവേർട്ടഡുമായിരിക്കും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഫിഗർ. ഈ മക്കളെ രണ്ടാമത്തെ ഫിഗർ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ കംപ്ലീറ്റ് ചെയ്ത് വരച്ചിട്ടില്ല, ഞാൻ വരയ്ക്കാം. എത്രത്തോളം ശരിയാവുമെന്നൊന്നും എനിക്കറിയില്ല, നമുക്ക് വരയ്ക്കാം. ഓക്കെ മക്കളെ ശ്രദ്ധിക്കാം. ഇവിടെ ഒരു ലൈറ്റ് ഒബ്ജക്റ്റ് എവിടെ വെച്ചിട്ടുള്ളത് കൃത്യമായിട്ട് പറ. ഒബ്ജക്റ്റ് 2Fലാണ് അല്ലേ. ഇവിടെ മക്കളെ ഒബ്ജക്റ്റ് എവിടെയാണ്, ഒബ്ജക്റ്റ് 2Fൽ, അതായത് വസ്തു 2Fന് മണ്ടയ്ക്കാണ്. ഇതാണ് വസ്തു അല്ലേ. ഇനി ഒബ്ജക്റ്റ് 2Fൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഇമേജ് ഉണ്ടാവുക, എവിടെയാണ് അതിൻ്റെ ഇമേജ് ഉണ്ടാവുക, ഇതാണ് ചോദിക്കുക മക്കളെ. അപ്പോൾ ആദ്യം ഇവിടെ നോക്ക്, ഒരു ലൈറ്റ് റേ അല്ലേ ഒപ്റ്റിക് സെൻറ്ററിലേക്കാണ് പോകുന്നത്. എങ്ങനെ പോവുക, ഇത് പോവുക എങ്ങനെയാ, ഇത് നേരെ പോവും അല്ലേ സാറേ, നേരെ പോകും. അങ്ങനല്ലേ സാറേ നമ്മൾ പഠിച്ചത്, എന്തൊരു സാറേ എങ്ങനെ പറയുന്നത് അല്ലേ, നേരെ പോകും. എനിക്കറിയാം അല്ലേ മക്കളെ, ശ്രദ്ധിക്കുക. തൽക്കാലം ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക. യെസ് മക്കളെ, ഞാൻ ജസ്റ്റ് വരച്ചെന്നുള്ളൂ. ഓക്കെ, തിക്നെസ് കുറച്ച് കൂടുതലാണല്ലേ, തിക്നെസ് നമുക്ക് കുറയ്ക്കാം. ഓക്കെ മക്കളെ, ഒരു ലൈറ്റ് ഒപ്റ്റിക് സെൻറ്റർ മാറിപ്പോയിട്ടോ, എനിക്ക് മക്കളെ. സമയം ഒന്നാമത് എത്രയായിട്ട് 2:45. അതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ശ്രദ്ധിക്കുക. ഒപ്റ്റിക് സെൻറ്റർ ആണ് കേട്ടോ, പ്രകാശിക കേന്ദ്രമാണ്. അപ്പോൾ ഒരു ലൈറ്റ് ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നുപോയി. മറ്റൊരു ലൈറ്റ് എങ്ങനെയാണ് കടന്നു പോവുക? മറ്റൊരു ലൈറ്റ് മക്കളെ ശ്രദ്ധിക്കുക, നമുക്ക് വരയ്ക്കാം അല്ലേ, മറ്റൊരു ലൈറ്റ് എന്ത് ചെയ്യും, മറ്റു ലൈറ്റ് തൽക്കാലം എഫിലൂടെ എങ്ങനെ വന്നു അല്ലേ, എഫിന് പാരലായിട്ട് വന്നു. നമ്മുടെ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വന്നു ഈ ലൈറ്റ്. ശരിക്കും ആരോ മാർക്ക് ഇവിടെ ഉണ്ട് കേട്ടോ, ഇതിന് ആരോ മാർക്ക് വരയ്ക്കാത്ത കേട്ടോ മക്കളെ. ഇവിടെ ആരോ മാർക്ക് ഉള്ളത് കൊണ്ട് ഞാൻ വരയ്ക്കാതിരുന്ന, ആരോ മാർക്ക് നിർബന്ധമാണ് മക്കളെ. ഞാൻ ആരോ മാർക്ക് വരയ്ക്കാം, ശ്രദ്ധിക്കുക. ആരോ മാർക്ക് ഉണ്ട്, ഇവിടെയും ആരോ മാർക്ക് ഇടന്നോട്ടെ. ഓക്കെ, ഇനി ഇതിനും ആരോ മാർക്ക്. യെസ്, ഓക്കെ മക്കളെ. ഇനി ഈ ലൈറ്റ് റിഫ്രാക്ഷൻ സംഭവിക്കും അല്ലേ. ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരുന്ന ഒരു ലൈറ്റ് എന്ത് സംഭവിക്കും, റിഫ്രാക്ഷൻ സംഭവിച്ച് ഈ ലൈറ്റ് ഏതിലൂടെയാണ് കടന്നു പോവുക? എഫിലൂടെ അല്ലേ കടന്നു പോവുക മക്കളെ. ഈ ലൈറ്റ് എഫിലൂടെ ഇങ്ങനെയല്ലേ പോവുക, സംശയമുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈറ്റ് എഫിലൂടെ കടന്നു പോകുന്ന രൂപത്തിൽ വരയ്ക്കാം. യെസ് മക്കളെ. അപ്പം നിങ്ങൾ മക്കളെ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ സമയത്ത് ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ പഠിക്കണമെന്ന് കരുതിയിട്ട് തന്നെയാണ്. നിങ്ങൾ നാളെ നമ്മളത് എഴുന്നേറ്റ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇട്ട് തരുമ്പോഴേക്ക് സമയം ഒരുപാട് വൈകും, അപ്പോഴേക്ക് ഉച്ച കഴിയും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് എന്ത് ചെയ്യുന്നത്, ഷൂട്ട് ചെയ്യുന്നത്. അപ്പം മക്കളെ, ഈ രണ്ട് റിഫ്രാക്റ്റഡ് റേസും കൂട്ടിമുട്ടിയത് എവിടെയാണ് അല്ലേ? 2Fലല്ലേ. നോക്ക്,
മക്കളെ ശ്രദ്ധിക്കുക, ഈ രണ്ടു ലൈറ്റ് റേസും കൂട്ടിമുട്ടിയത് ഇവിടെ അല്ലേ? സംശയമുണ്ടോ? അപ്പം അതിൻ്റെ അർത്ഥം, അതിൻ്റെ മീനിങ് നല്ല ശ്രദ്ധിക്കുക. അതിൻ്റെ മീനിങ് ഇമേജ് ഉണ്ടായിട്ടുള്ളത് ഇവിടെയാണ്. കൃത്യമായിട്ട് വരയ്ക്കണം കേട്ടോ. ഇമേജ് ഉണ്ടായിട്ടുള്ള എവിടെയാണ്? ഈ ഭാഗത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇമേജ് ഉണ്ടായതാണ്. ഇമേജ് ഞാൻ വരയ്ക്കുക. ആരോ മാർക്കിനൊക്കെ ചെറിയൊരു കട്ടിക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ വിഷയമാക്കേണ്ട. അതിൻ്റെ ഷോർട്ട് നോട്ടൊക്കെ ഞാൻ ഗ്രൂപ്പിലേക്ക് വിടാം. അപ്പം സമയത്ത് കൃത്യമായിട്ട് ഫിഗർ നോക്കുക. മക്കളെ ശ്രദ്ധിക്കുക, ഇമേജ് ഉണ്ടായത് എവിടെയാണ്? മക്കളെ ഇവിടെ അല്ലേ ഇമേജ് ഉണ്ടായത് അല്ലേ? ഇവിടെ അല്ലേ ഇമേജ് ഉണ്ടായത്? ഇവർ രണ്ട് റിഫ്രാക്റ്റഡ് റേസും എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെയാണ് ഇമേജ് ഉണ്ടാവുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇമേജ് ഇവിടെ ഉണ്ടായി. കുഴപ്പമുണ്ടോ? പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അപ്പം മക്കളെ ശ്രദ്ധിക്കുക, പൊസിഷൻ ഓഫ് ദ ഇമേജ് അല്ലേ? അതായത് പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയാണ് ചോദിക്കണവര്. പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയാണ് മക്കളെ? നമ്മളിപ്പോൾ വരച്ച പ്രകാരം പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെ കിട്ടിയത്? മക്കളെ നിങ്ങൾ പറയൂ, പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെ കിട്ടിയത്? 2F-ലല്ലേ? 2F അറ്റ് 2F. ഇംഗ്ലീഷ് പറഞ്ഞാൽ അറ്റ് 2F ആണ് കേട്ടോ. അറ്റ് 2F, അതായത് 2F-ൽ. ബുദ്ധിമുട്ടുണ്ടോ? പ്രശ്നത്തിന്റെ ആവശ്യമുണ്ടോ? ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് നോക്ക് മക്കളെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇനി ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മുകളിൽ എന്തൊക്കെയാ പ്രത്യേകത പറഞ്ഞത്? ഇൻവേർട്ടഡ്, ഡിമിനിഷ്ഡ്, റിയൽ അല്ലേ? ഇവിടെ മാറ്റുണ്ട്. ഒന്ന് മക്കളെ, ഇത് ഇൻവേർട്ടഡ് അല്ലേ? ഒന്നാമത്തെ പ്രത്യേകത എഴുതുക കേട്ടോ. എഴുതുന്നില്ല. ഒന്ന്, ഇത് ഇൻവേർട്ടഡ് ആണ്, തല കീഴായതാണ്. സംശയമുണ്ടോ? രണ്ടാമത്തെ പ്രത്യേകത മക്കളെ, രണ്ടാമത്തെ പ്രത്യേകത സൈസിനെ കുറിച്ച് പറയാണ്. ഇതിൻ്റെയും സൈസ് ഒരുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇതിനും 10 സെൻറ്റിമീറ്റർ തന്നെ എന്തുണ്ടാവും? ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ എഴുതേണ്ടത്? സെയിം സൈസ്, ഒരേ വലിപ്പമാണ്. എങ്ങനെയാണ്? ഒരേ വലിപ്പമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരേ വലിപ്പം. മക്കളെ ഇനി ഇത് റിയൽ ആണോ അതല്ലെങ്കിൽ വിർച്വൽ ആണോ? എങ്ങനെയാണ്? റിയലിന്റെ ഓപ്പോസിറ്റ് എന്താ? വിർച്വൽ ആണ്. യഥാർത്ഥമാണോ മിഥ്യയാണോ? ഇതെന്താ മക്കളെ? ഇത് റിയൽ ഇമേജ് ആണ്. ഇങ്ങനെ മുന്നിലുണ്ടാവുന്ന റൈറ്റ് സൈഡിൽ ഉണ്ടാവുന്ന ഇമേജ് എന്താണ്? റിയൽ ഇമേജ് ആണ്, യഥാർത്ഥമാണ്. 3 പോയിന്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് മക്കളെ പറഞ്ഞേ, ഒന്ന് ഇമേജ് ഇൻവേർട്ടഡ് ആണ്, തലകീഴായതാണ് അല്ലെ? തലകീഴായ പ്രതിബിംബമാണ്. രണ്ടാമത്തത് അതിന്റെ സൈസാണ്, സെയിം സൈസാണ്, ഒരേ വലിപ്പമാണ്. ഇതും ഒരേ സൈസാണ്, സെയിം സൈസാണ്. പിന്നെ മക്കളെ അടുത്ത പോയിന്റ് എന്താ? ഇത് റിയൽ ആണോ അല്ലെങ്കിൽ വിർച്വൽ ആണോ? യഥാർത്ഥമാണോ മിഥ്യയാണോ? യഥാർത്ഥമാണ്. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റുകൾ കൃത്യമായിട്ട് എഴുതണം മക്കളെ. ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഇനി അടുത്തതാണ് ഒബ്ജക്റ്റ് എവിടെയാണ്? ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F and 2F. നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ ഒബ്ജക്റ്റ് അവിടെ വെച്ചിട്ടുള്ളത് നോക്ക് അല്ലേ? നോക്ക്, F ഉണ്ട്, 2F ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ആരുണ്ട്? ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇമേജ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഒരു ലേറ്റർ അവർ വരച്ചിട്ടുണ്ട് അല്ലേ? OB എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. നമ്മൾ പറഞ്ഞു, ഒരു ലേറ്റർ അവർ വരച്ചു. ഒപ്റ്റിക് ആക്സിസിന് അല്ലേ, പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് പോയിട്ട് F-ലൂടെ കടന്നുപോയി. ബുദ്ധിമുട്ടുണ്ടോ? ഇനി അടുത്തത് എങ്ങനെയാണ് പോവുക? നമുക്ക് അടുത്തത് ഇങ്ങനെ പോവാം അല്ലേ? നോക്കൂ മക്കളെ, ഇങ്ങനെ പോയിക്കൂടെ? ബുദ്ധിമുട്ടുണ്ടോ? അതായത് ഒപ്റ്റിക് സെന്ററിലൂടെ പോയിക്കൂടെ? പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഒപ്റ്റിക് സെന്ററിലൂടെ പോയി കഴിഞ്ഞാൽ അല്ലെ എങ്ങനെ കൂട്ടിമുട്ടും? എവിടെ കൂട്ടിമുട്ടും? എന്ത് സംഭവിക്കും? എവിടെയാണ് ഇമേജ് ഉണ്ടാവുക? നമുക്ക് വരച്ചു നോക്കാം. നോക്ക് മക്കളെ, ഒപ്റ്റിക് ആക്സിസിലൂടെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മക്കളെ നോക്ക്, ഒപ്റ്റിക് ആക്സിസിലൂടെ ഞാൻ വരച്ചു. ആരോ മാർക്ക് വരയ്ക്കണം അല്ലേ? ആരോ മാർക്ക് ഞാൻ വരയ്ക്കാം. സോറി ആരോ മാർക്ക് ഞാൻ വരയ്ക്കാം കേട്ടോ. ആരോ മാർക്ക് നിർബന്ധമാണ്. ആരോ മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ലേറ്ററെ ഏത് വഴിയാണ് പോകുന്നത് മനസ്സിലാവില്ല. മക്കളെ ശ്രദ്ധിക്കുക, കളറൊക്കെ മാറ്റി നമുക്ക് ഭംഗിയായിട്ട് കാണിച്ചു തരാം. ഈ 2 ലൈറ്റ് റേസും കൂട്ടിമുട്ടിയില്ലേ? ഈ 2 ലൈറ്റ് റേസും കൂട്ടിമുട്ടിയത് എവിടെയാ? ഈ ഒരു ഭാഗത്തല്ലേ? ഞാൻ ഇമേജ് വരയ്ക്കാണ് കേട്ടോ. ഇമേജ് വരയ്ക്കുകയാണ്, ശ്രദ്ധിക്കുക. ആരോ മാർക്കാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ആരോ മാർക്ക് ഇട്ടു. യെസ് മക്കളെ, അടിപൊളി. മക്കളെ ശ്രദ്ധിക്കുക. അപ്പം നോക്ക് മക്കളെ, ഇമേജ് ഉണ്ടായി അല്ലേ? പ്രശ്നമുണ്ടോ? ഇമേജ് ഉണ്ടായില്ലേ? കളർ സെറ്റ് ചെയ്യട്ടെ കേട്ടോ മക്കളെ. ഇമേജ് ഉണ്ടായി, ഇതിൻ്റെ കളർ തന്നെയാണ്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, ഇമേജ് ഉണ്ടായി അല്ലേ? നോക്ക്, 2F-നും F-നും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ ഇമേജ് എവിടെ ഉണ്ടായി?
ബിയോണ്ട് 2F ഉണ്ടായി അല്ലേ? 2Fനാണോ ഉണ്ടായത്? അല്ല, 2Fന് അപ്പറാണ് അല്ലേ? ബിയോണ്ട് 2F ആണ്, 2Fന് അപ്പറാണ് എന്ത് ചെയ്തത്? ഇമേജ് ഉണ്ടായത് അല്ലേ? അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, പൊസിഷൻ ഓഫ് ദ ഇമേജ് അല്ലേ? പൊസിഷൻ ഓഫ് ദ ഇമേജ് നമ്മൾ എന്താ എഴുതേണ്ടത്? ബിയോണ്ട് 2F എന്ന് എഴുതുക. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ എഴുതുക. ബിയോണ്ട് 2F, 2Fനും അപ്പുറം. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്, ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് നോക്കും മക്കളെ, എന്തൊക്കെയാണ് ഇമേജിന്റെ പ്രത്യേകതകൾ? നമ്മൾ ആദ്യം എന്താ എഴുതേണ്ടത്? നമ്മൾ ഇവിടെയൊക്കെ ഫസ്റ്റ് എന്താ എഴുതിയത്? ഇൻവേർട്ടഡ് ഡിമിനിഷ്ഡ് റിയലാണ്. അപ്പോൾ നമ്മൾ ഈ ഇമേജ് ഇൻവേർട്ടഡ് അല്ലേ? ഇമേജ് ഇൻവേർട്ടഡ് അല്ലേ? ആണ്, തല കീഴായതാണ്. ഇനി സൈസ് ആണെന്നുണ്ടെങ്കിലോ, ഇതിനാണോ സൈസ് കൂടുതൽ? ഇതിനാണോ സൈസ് കൂടുതൽ? ഇതിനാണ് സൈസ് കൂടുതൽ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? സൈസ് കൂടുതൽ എങ്ങനെ പറയും സാറേ? സൈസ് കൂട്ടിയത് നമ്മൾ പറയേണ്ടത് മാഗ്നിഫൈഡ് എന്നാണ്. എന്താ പറയേണ്ടത്? മാഗ്നിഫൈഡ് എന്താ മക്കളെ പറയേണ്ടത്? വലുതായി അഥവാ മാഗ്നിഫൈഡ്. ഇനി ഈ ഇമേജ് റിയൽ ആണോ? യെസ്, യഥാർത്ഥമാണ്. ഈ ഇമേജ് എന്താണ്? യഥാർത്ഥമാണ്. ഓക്കെ, ബുദ്ധിമുട്ടില്ലല്ലോ, പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇത് കൂടെ എഴുതുക. ഇനി ഒബ്ജക്റ്റ് അറ്റ് എഫ്, മക്കളെ ഇത് അവർ വരച്ചിട്ടില്ല. എഫിൽ ഒബ്ജക്റ്റ് വെച്ചാൽ എന്താ സംഭവിക്കുക? അതായത് എഫിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം കേട്ടോ. റഫായിട്ട് ഞാൻ വരയ്ക്കുകയാണ്, ശ്രദ്ധിക്കുക. ഇവിടേക്ക് വൈറ്റ് സ്ക്രീനിലേക്ക് നോക്കുക മക്കളെ. യെസ്, തൽക്കാലം ഇതാണ് നമ്മളെ കോൺവെക്സ് ലെൻസ്. ഇത് O ആണ് അല്ലേ? ഇത് F ആണ്. ഇതെന്താ? 2F ആണ്. ഇനി റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇത് F ആണ്, ഇത് 2F ആണ് അല്ലേ? മക്കളെ ശ്രദ്ധിക്കുക, റഫ് ഫിഗർ ആയതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിക്കുക. ഒരു ലൈറ്റർ വരയ്ക്കുക മെത്തേഡ് ഇടുക. ആദ്യം ഇത് നമ്മൾ ഫസ്റ്റ് വരച്ചിടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലൈറ്റർ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരും. ഇതെന്ത് ചെയ്യും? എഫിലൂടെ എന്ത് ചെയ്യും? യെസ്, റിഫ്രാക്ഷൻ സംഭവിച്ച് കടന്നു പോകും അല്ലേ? ഇനി വേറൊരു ലൈറ്റ്, ഒരു മിനിറ്റ് ഒബ്ജക്റ്റ് വരയ്ക്കാൻ വിട്ടു. സോറി മക്കളെ, ഒബ്ജക്റ്റ് വരച്ചില്ലേ നിങ്ങൾക്ക് അറിയുമെന്ന് കരുതിയാണ് ഒബ്ജക്റ്റ് വരയ്ക്കാതെ വിട്ടിട്ടോ. വരയ്ക്കണം, നിർബന്ധമാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ നോക്ക്, ഒരു ലൈറ്റ് അല്ലേ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരും. ഇതെന്ത് ചെയ്യും? എഫിലൂടെ റിഫ്രാക്റ്റ് ചെയ്യും. പ്രശ്നമുണ്ടോ? ഇനി മറ്റൊരു ലൈറ്റർ എന്ത് ചെയ്യും? ഓയിലൂടെ ഇങ്ങനെ പോവും. പ്രശ്നമുണ്ടോ? അപ്പൊ നോക്കും മക്കളെ, ഇവിടെ കാരോ മാർക്ക് വേണം കേട്ടോ. യെസ്, ഈ രണ്ടു ലൈറ്റേഴ്സും നല്ലോണം ശ്രദ്ധിക്കുക. ഈ രണ്ടു ലൈറ്റേഴ്സും കൂട്ടിമുട്ടുന്നുണ്ടോ? നിങ്ങൾ നോക്കിയിട്ട് പറയൂ, ഈ രണ്ട് ലൈറ്റേഴ്സും കൂട്ടിമുട്ടുണ്ടോ? സാറേ, രണ്ട് ലൈറ്റേഴ്സും കൂട്ടിമുട്ടാൻ സാധ്യതയില്ല. കാരണം ഇവർ രണ്ടുപേരും എങ്ങനെയാണ്? പരസ്പരം പാരലാണ് മക്കളെ. സമയത്രേ 2:85. പരസ്പരം പാരലാണ്, പരസ്പരം എന്താണ്? സമാന്തരമാണ്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എഫിലാണെങ്കിൽ, വസ്തു എഫിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോ ഇമേജ് ഫോമഡ്, അതായത് ഇമേജ് ഫോം ചെയ്യുന്നില്ല എന്ന് പറയാം, പ്രതിബിംബം ഉണ്ടാവുന്നില്ല എന്ന് പറയാം. അല്ലെങ്കിൽ വേറൊന്ന് പറയാം, ഇമേജ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയേണ്ടത്. ഇമേജ് നോക്കി, ഈ പിക്ചർ നോക്കി നിങ്ങൾ. അതായത് ഇവരിങ്ങനെ പോയി വളരെ ദൂരം കഴിഞ്ഞ് ഇൻഫിനിറ്റിയിലെത്തി. അത്രയും ദൂരം പോയിട്ട് എന്ത് ചെയ്തു? ഇവർ കൂട്ടിമുട്ടിയിട്ട് അവിടെ ഇമേജ് ഉണ്ടായി എന്ന് വേണമെങ്കിലും പറയാം. ബുദ്ധിമുട്ടുണ്ടോ? ഇമേജ് അറ്റ് ഇൻഫിനിറ്റി, അതായത് പ്രതിബിംബം വളരെ അകലെ ഉണ്ടായി എന്ന് വേണമെങ്കിലും പറയാം. അത് മാത്രം മതി ഇവിടെ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇമേജ് അറ്റ് ഇൻഫിനിറ്റിന്നോ ഇനി പ്രതിബിംബം ഉണ്ടാവുന്നില്ല എന്ന് എഴുതിയാലും യാതൊരു പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ കാര്യം ചെയ്തോ, നോ ഇമേജ് എന്ന് എഴുതിക്കോ, പ്രതിബിംബം ഉണ്ടാവുന്നില്ല. ഇനി ഇമേജ് അറ്റ് ഇൻഫിനിറ്റി എഴുതിയാലും പ്രശ്നമല്ല, പ്രതിബിംബം വളരെ അകലെ എന്നായാലും യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ഫിഗർ ആണ്. ശ്രദ്ധിക്കുക, ഹെഡിങ് എന്താ? ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്, അതായത് വസ്തു എവിടെയാണ്? എഫിനും ഓയ്ക്കും ഇടയിൽ അല്ലെങ്കിൽ ലെൻസിനും ഇടയിൽ എന്ന് പറയാം. മക്കളെ ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗർ ആണ് കേട്ടോ. അതായത് മക്കളെ, ഒബ്ജക്റ്റ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ലൈറ്റ് ഒപ്റ്റിക് ആക്സിസിന് സമാന്തരമായിട്ട് പോകുന്നു, പാരലായിട്ട് പോകുന്നു. എഫിലൂടെ എന്ത് ചെയ്യുന്നു? റിഫ്രാക്റ്റ് ചെയ്യുന്നു അല്ലേ? മറ്റൊരു ലൈറ്റ് എന്ത് ചെയ്യാണ്? ഓയിലൂടെ പോകുന്നു. നമുക്ക് രണ്ടു ലൈറ്റ് റേസും അല്ലേ
അകന്നകന്ന് പോവാണ്, ഡൈവേജ് ചെയ്തു പോവാണ് അല്ലേ, ഡൈവേജിങ് റിഫ്രാക്റ്റർ റേസ് ആണ്. ഇത് ഒരിക്കലും കൂട്ടിമുട്ടൂല. പക്ഷെ ഇവിടെ വേറൊരു സംഭവം സംഭവിച്ചു നോക്ക്. നമ്മൾ ഈ ഒരു ലൈറ്ററെ ബാക്കിലേക്ക് നീട്ടി വരയ്ക്കുന്നു, ഇതും ബാക്കിലേക്ക് നീട്ടി വരയ്ക്കുന്നു. രണ്ടുപേരും എവിടെയാണോ കൂട്ടിമുട്ടിയത് അവിടെ ഇമേജ് ഉണ്ടാവുന്നു മക്കളെ. അവിടെ എന്ത് ചെയ്യുന്നതാണ്, പ്രതിബിംബം ഉണ്ടാവുകയാണ് മക്കളെ. ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രതിബിംബം ഉണ്ടാവുന്നു. യെസ്, നോക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ എന്തായി, ഇവിടെ പ്രതിബിംബം ഉണ്ടോ, IM എന്നിട്ട് കണ്ടോ. ഇത് എവിടെയാ മക്കളെ, നല്ലോ ശ്രദ്ധിച്ചു നോക്കിയേ. 2Fലാണോ, നല്ലോ ശ്രദ്ധിക്കുക. 2Fലാണോ? 2Fലല്ല, ഇൻ ബിറ്റ്വീൻ 2F and F ആണ്. ചിത്രം കാണുമ്പോൾ ഞാൻ ക്ലാസ്സിൽ ഇത് കൊടുത്ത സമയത്ത് കുട്ടികളെല്ലാവരും മക്കൾക്ക് പറഞ്ഞു, ആ സാറേ ഇമാജ് 2Fലാണ്. നല്ല ശ്രദ്ധിച്ചു നോക്ക്. ഇമാജ് 2Fലാണോ? ഒരിക്കലുമല്ല. ഇമാജ് 2Fനും Fനും ഇടയിലാണ്. നല്ല ശ്രദ്ധിക്കുക. ഇമാജ് എവിടെയാണ്? 2Fനും Fനും ഇടയിലാണ് മക്കളെ. ഇനി ഓക്കെ ശ്രദ്ധിക്കുക. ഇത് ഇവരെന്നെ പറയുന്നുണ്ട്. നോക്കിയേ, ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാണ്? ബിറ്റ്വീൻ F ആൻഡ് ലെൻസ്, അല്ലെങ്കിൽ F ആൻഡ് O എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. Fനും Oയ്ക്കും ഇടയിൽ നിന്നോ Fനും ലെൻസിനും ഇടയിൽ നിന്നൊക്കെ പറയാം. ഇനി അത് കഴിഞ്ഞ് ചിത്രമൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് പൊസിഷൻ ഓഫ് ദ ഇമേജ്, പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയാണ്? ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് വെച്ച സൈഡ് ഏതാണോ, ഇതല്ല ഒബ്ജക്റ്റ് വെച്ച സൈഡ്, ആ സൈഡിൽ തന്നെ എന്തുണ്ടായി? ഇമേജ് ഉണ്ടായി. നമുക്ക് പറയാം, അതിൽ കറക്റ്റ് വേണമെങ്കിൽ പറയാം. അതായത് ഇമേജ് ഇൻ ബിറ്റ്വീൻ 2F and F അല്ലേ, Fന്റെയും 2Fന്റെയും ഇടയിലുണ്ടായി. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ്, പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ മക്കളെ. ഇറക്റ്റ് എന്ന് കൊടുത്തു. ഇറക്റ്റിന്റെ മലയാളം ടെക്സ്റ്റ് ബുക്ക് നോക്കുക, നിങ്ങൾക്ക് കാണാം നിവർന്നത് എന്നാ കൊടുത്തത്. നോക്ക് മക്കളെ, നിവർന്നത്. എന്താ നിവർന്നത് പറഞ്ഞു കഴിഞ്ഞാല്, നിവർന്ന് നേരെ നിൽക്കും, നിവർന്ന് നിൽക്കുക തന്നെ. ഇറക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എങ്ങനെയാ? ഞാൻ നിവർന്നിട്ടാണ്. ഞാൻ ഇവിടെ കെട്ടി തല കുത്തനെ നിൽക്കുകയാണെങ്കിലോ ഞാൻ എങ്ങനെയാ? ഇൻവേർട്ടഡ് ആണ് അല്ലേ? മനസ്സിലാക്കുക അല്ലേ മക്കളെ? ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടത്തെ പ്രതിബിംബം ഇറക്റ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് മക്കളെ, വിർച്വൽ ആണ്. എന്താ സാറേ? യെസ്, വിർച്വൽ. അതായത് ഇവിടെ ഇമേജ് ഉണ്ടായത് റൈറ്റ് സൈഡിലാണോ? റൈറ്റ് സൈഡിൽ ഇമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഇവിടെ ഉണ്ടായത് സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. വസ്തു വെച്ച അതേ സ്ഥലത്തായതുകൊണ്ട് ഈ ഇമേജ് എന്താ മക്കളെ? ഈ ഇമേജ് എന്താ? യെസ്, ഇറക്റ്റും അതേപോലെ വിർച്വലുമാണ്. നമുക്ക് അടുത്ത പോയിന്റ് എന്താ എഴുതാൻ റസിക്ക്? അടുത്ത പോയിന്റ് മക്കളെ, ഞാൻ നിങ്ങൾ പറഞ്ഞു, ഒരു ഇമേജ് വിർച്വൽ ആണെങ്കിൽ ആ ഇമേജ് എന്തായിരിക്കും? ഇറക്റ്റുമായിരിക്കും. എങ്ങനെയാണ്? നിവർന്ന്, സോറി ഇറക്റ്റോട് പറഞ്ഞിട്ടല്ലേ? ഓക്കെ മക്കളെ, ആ ഇമേജ് എന്തായിരിക്കും? വിർച്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ഇമേജ് എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇത് ഇവർ പറഞ്ഞു ഇറക്റ്റ് ആൻഡ് വിർച്വൽ എന്നുള്ള 2 പോയിന്റ് ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി സൈസിനെ കുറിച്ചാണ് പറയണ്ടല്ലേ? സോറി, ഞാൻ വിട്ടുപോയി. മറ്റേ ഓർഡർ തന്നെ ഞാൻ പറഞ്ഞത്. ഓക്കെ ശ്രദ്ധിക്കുക. ഇത് ഇറക്റ്റ് ആൻഡ് വിർച്വൽ ആണ്. അതായത് നിവർന്നതും മിഥ്യയുമാണെങ്കിൽ മക്കളെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മൂന്നാമത്തെ പോയിന്റ് സൈസിനെ കുറിച്ചാണ് പറയേണ്ടത്. ഒരു ഓർഡർ മാറ്റി മിസ്റ്റേക്ക് കേട്ടോ. സൈസ് എന്താ മക്കളെ? ഈ ഒബ്ജക്റ്റിന്റെ സൈസ് നോക്ക്. ഒബ്ജക്റ്റ് സൈസ് ഇതല്ലേ? ഇമാജിൻ സൈസ് എങ്ങനെയാ? വളരെ വലുതല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? മാഗ്നിഫൈഡ്. നമുക്കല്ലേ പറയേണ്ടത്? നേരത്തെ നമ്മൾ പറഞ്ഞു വലുതാണ്, ഇമേജ് വലുതാണ്, മാഗ്നിഫൈഡ് എന്ന് പറയാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ പറയേണ്ടത്? മാഗ്നിഫൈഡ് വളരെ വലുതായി അല്ലേ? മക്കളെ, ഇത്രയും കൃത്യമായിട്ട് പഠിക്കാം. ഇത്രയും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് കോൺകേവിൻ്റെ കൂടിയുണ്ട്. അപ്പോൾ തൽക്കാലം ഇത്രയും മതി. നിങ്ങൾ ഇത്രയും കാലം കൃത്യമായിട്ട് നോക്കുക. ഒന്ന് റിവൈസ് ചെയ്യാം. നിങ്ങൾ വീഡിയോ കട്ട് ചെയ്തത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം മക്കളെ. തുടക്കത്തെ നമ്മൾ നോക്കി എന്തായിരുന്നു? യെസ്, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പേപ്പർ കത്തിക്കുന്നു. അപ്പോൾ കോൺവെക്സ് ലെൻസ് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? അതിന് കാരണം എന്താണ്? ഈ കോൺവെക്സ് ലെൻസിലേക്ക് ലൈറ്റ് റേസ് മൊത്തം വരുന്നു ഇല്ലേ? ഈ ലൈറ്റ് റേസിന്റെ മൊത്തം അല്ലേ ഒരു പോയിന്റിലേക്ക് ഇത് കൺവേർജ് ചെയ്യും. അതായത് ഈ പോയിന്റ് എന്താ? പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. ഡിസ്കസ് ചെയ്യാം.
പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഓടിച്ചു പോവുകയാണ്. ഇനി മക്കളെ, ഇത് കോൺവെക്സ് ലെൻസ് അല്ലെ, കോൺവെക്സ് ലെൻസിന്റെ രൂപം ഇങ്ങനെയാണ്. ഇത് കോൺകേവ് ലെൻസ്, അതിന്റെ രൂപം എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട ടേബിൾ നമ്മൾ നോക്കി അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു കോൺവെക്സ് ലെൻസ് രൂപപ്പെട്ടത്, എങ്ങനെയാണ് ഒരു കോൺകേവ് ലെൻസ് രൂപപ്പെട്ടത് നോക്കി അല്ലെ. ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഈ എല്ലാ പോയിന്റുകളും, 3 പോയിന്റിൽ 5ഓളം പോയിന്റ്സ് വരുന്നുണ്ട് അല്ലെ. 5 പോയിന്റ് നമ്മൾ നോക്കി. ഒപ്റ്റിക് സെന്റർ അല്ലെ, ശ്രദ്ധിക്കുക, ഒപ്റ്റിക് സെന്റർ. പ്രകാശിക കേന്ദ്രം എന്താ നോക്കി അല്ലെ, പ്രകാശിക കേന്ദ്രം എന്താ നോക്കി. അത് കഴിഞ്ഞിട്ട് സെന്റർ ഓഫ് കർവേച്ചർ അല്ലെ, വക്രതാ കേന്ദ്രങ്ങൾ എന്താ നോക്കി. ഒപ്റ്റിക് ആക്സിസ് അല്ലെ, പ്രകാശിക അക്ഷം. അപ്പർച്ചർ മലയാളം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ് നോക്കി. പിന്നെ നമ്മൾ നോക്കി എന്തായിരുന്നു മക്കളെ, പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെ. ഇത് ഇവിടെ ഫോം ചെയ്യുന്നതാണ് എന്ത്, പ്രിൻസിപ്പൽ ഫോക്കസ്. മുഖ്യ ഫോക്കസ് എങ്ങനെ ഒരു ഫോം ചെയ്തു നോക്കി. കോൺവെക്സ് ലെൻസിന്റെ നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് അത് എങ്ങനെയാ വന്ന് നോക്കി. ഇനി കോൺവെക്സിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെ, കോൺവെക്സിന്റെ മുഖ്യ ഫോക്കസ് റിയൽ ആണ്, യഥാർത്ഥമാണ്. കോൺകേവിന്റെ യഥാർത്ഥമല്ല അല്ലെ, വിർച്വലാണ്, മിഥ്യയാണ്. ഇനി നമ്മൾ നോക്കി എന്തായിരുന്നു, ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ലെൻസാണ്, കോൺവെക്സ് ഓർ കോൺകേവ് ഏതാണ് എന്നുണ്ടെങ്കിലും അതിന്റെ ഓയിൽ നിന്ന് എഫിലേക്കുള്ള ഈ ദൂരമാണെന്ത്, ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം. ബുദ്ധിമുട്ടുണ്ടോ? യെസ്. ഇനി മക്കളെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കിയത് ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസസ് അല്ലെ, പ്രതിബിംബ രൂപീകരണമാണ് നോക്കിയത്. അത് കൃത്യമായിട്ട് നോക്കുക. ഓരോ ചിത്രവും വരയ്ക്കുക, ഓരോ ചിത്രത്തിന്റെയും ഇമേജുകൾ എങ്ങനെ ഫോം ചെയ്യുന്നു നോക്കുക. അത് നിർബന്ധമാണ്. ഒരു തരത്തിൽ നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റില്ല. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലസ് അക്കാഡമിയായിട്ട് ബന്ധപ്പെടുക. നമുക്ക് സമയം 3:04. ഈ സമയത്ത് വെളുപ്പിന് ഈ സമയത്ത് ക്ലാസ് എടുക്കുന്നത് ഞാൻ വീണ്ടും പറയാണ്. നമ്മൾ രാവിലെ നമ്മൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് സമയം വൈകും. നിങ്ങളുടെ ക്ലാസ് ടൈമൊക്കെ ആ സമയത്ത് കഴിയും. അപ്പൊ അത് വേണ്ട, രാവിലത്തെ നിങ്ങൾ പഠിക്കട്ടെ. ഓക്കെ, ഇതിന്റെ സെക്കൻഡ് പാർട്ട് തൊട്ടടുത്ത സമയത്ത് തന്നെ ഉണ്ടാകും. കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം. നിങ്ങളിത് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.